Okay, good afternoon. Good afternoon, ma'am. Good afternoon. തുടങ്ങാം നമുക്കപ്പം എല്ലാവരും മെഡിക്കൽ ടെർമിനോളജി എടുത്തു വെക്കാം കേട്ടോ. പേന ഉണ്ടാവണം കയ്യില്. നമുക്ക് ഇന്നത്തെ ക്ലാസ് തുടങ്ങാം കേട്ടോ. ഞാൻ ഓൺ മ്യൂട്ട് ചെയ്യാണ്. നമ്മള് കഴിഞ്ഞ ക്ലാസ്സിൽ എല്ലാവർക്കും ഗുഡ് ആഫ്റ്റർനൂൺ കേട്ടോ. എല്ലാവർക്കും ഗുഡ് ആഫ്റ്റർനൂൺ. അപ്പൊ നിങ്ങൾ പേനയും ഒക്കെ എടുത്തു വെക്കാം. നമ്മള് കഴിഞ്ഞ ക്ലാസ്സിൽ കോമൺ സഫിക്സസ് അല്ലെ, നമ്മുടെ പ്രിഫിക്സ് നമ്മൾ മാർക്ക് ചെയ്തു. അത് കഴിഞ്ഞിട്ട് സഫിക്സ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തു അല്ലെ. സഫിക്സ് സ്റ്റാർട്ട് ചെയ്ത് നമ്മൾ 13 വരെയാണ് പറഞ്ഞത് കേട്ടോ. 13 പറഞ്ഞത്. അതെ, 13 വരെയാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത് കേട്ടോ. ഓക്കെ, അപ്പൊ നമ്മള് ഈ ഒരു പേജിനകത്ത് ഇത് രണ്ടാമത്തെ പേജാണ് കേട്ടോ. 9 തൊട്ട് എത്രാമത്തെ വരെയാണ്? 29 അല്ലെ. 29 വരെയുള്ള ഇതിനകത്ത് മാർക്ക് ചെയ്യുന്ന നമ്പേഴ്സ് ഞാൻ ജസ്റ്റ് ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്യാണ് കേട്ടോ. നോട്ട് ചെയ്തോളെ. 12 കേട്ടോ, 12, പിന്നെ ഏതായിരുന്നു 15 കേട്ടോ, 15, പിന്നെ 23, 24, 25, 27. ഓക്കെ, അത്രയാണ് നമ്മൾ അതിനകത്ത് മാർക്ക് ചെയ്തത്. 13 വരെ നമ്മൾ പറഞ്ഞു അല്ലെ. 13 വരെ പറഞ്ഞു. അടുത്തത് കേട്ടോ 14ാമത്തെ നോക്കുക. മെഗാലി. എന്താണ് മെഗാലിക് മീനിങ്? എന്താണ്? എക്സ്പാൻഷൻ ഓഫ്. എന്താണ്? അത് തന്നെ, അക്രോമെഗാലി അല്ലെ. അക്രോമെഗാലി. അത് ഭീമാകാരത്വം എന്ന് പറയുന്നത് എക്സ്പാൻഷൻ ആണ്, വലുതാവാണ്, അത് എക്സ്പാൻഡ് ചെയ്തു വരികയാണ്. സോ മെഗാലി കേട്ടോ. മെഗാലി മീനിങ് എന്താണ്? എക്സ്പാൻഷൻ ഓഫ് കേട്ടോ. എക്സ്പാൻഷൻ ഓഫ്. അടുത്തത് നോക്കൂ, ഓളജി അല്ലെ. ഓളജി എന്ന് പറഞ്ഞാൽ എന്താണ്? സയൻസ് ഓഫ് അല്ലെങ്കിൽ സ്റ്റഡി ഓഫ് എന്നുള്ള അർത്ഥമാണ്. നമുക്ക് ഒരുപാട് ഓളജി സബ്ജക്ട്സ് വരുന്നത് നമുക്കറിയാം അല്ലെ. എന്തൊക്കെയാണ്? ബയോളജി, സുവോളജി അല്ലെ, കാർഡിയോളജി, അത് തന്നെ ഓങ്കോളജി. ഓക്കെ, പിന്നെ എന്തൊക്കെയുണ്ട്? നെഫ്രോളജി അല്ലെ, പിന്നെ ഗൈസ്ട്രോ എൻട്രോളജി, എല്ലാം ഓളജിയിലാണ് അല്ലെ. കാർഡിയോളജി സയൻസ് ഓഫ് ഹാർട്ട് അല്ലെങ്കിൽ സ്റ്റഡി ഓഫ് ഹാർട്ട് അല്ലെ. പൾമണോളജി എന്താണ്? സ്റ്റഡി അല്ലെങ്കിൽ സയൻസ് ഓഫ് ലങ്സ്. അപ്പൊ അത്രയേ ഉള്ളൂ. ഓളജി എന്ന് കറക്റ്റ് ആണ് കേട്ടോ. ആൽഫിയ, ലക്ഷ്മി, സ്നേഹ 118, ജിസ്മി പാത്തോളജി. ഓക്കെ, കറക്റ്റ് ആണ് കേട്ടോ. ഓക്കെ, കറക്റ്റ് ആണ്. ന്യൂറോളജി, ഇതൊക്കെ എക്സാമ്പിൾ ആണ് കേട്ടോ. ഓളജി എന്ന് പറഞ്ഞാൽ സയൻസ് ഓഫ് എന്നുള്ള മീനിങ് ആണ് കേട്ടോ. സയൻസ് ഓഫ് അഥവാ സ്റ്റഡി ഓഫ് എന്നുള്ള അർത്ഥമാണ്. അടുത്തതാണ് OMA, ഓമ അല്ലെ. ഓമ സഫിക്സ് എന്താ ഉദ്ദേശിക്കുന്നത്? ട്യൂമർ ആണ് കേട്ടോ. ട്യൂമർ. കാർസിനോമ, കാർസിനോമ, ക്യാൻസറസ് ഗ്രോത്ത്, ക്യാൻസറസ് ട്യൂമർ എന്നൊക്കെ നമ്മൾ പറയില്ലേ, ആ അർത്ഥമാണ് കേട്ടോ. OMA, ഓമ. ട്യൂമർ കേട്ടോ. ട്യൂമർ ആണ്. ഗ്രോത്ത് എന്നൊക്കെയുള്ള അർത്ഥമാണ്. സഫിക്സ് ആണ് നമ്മൾ പറയുന്നത് കേട്ടോ. അടുത്തതാണ് ഓസിസ്. എന്താണ്? ഓസിസ്. OSIS, ഓസിസ്. റിലേറ്റിംഗ് ടു എ ഡിസീസ് പ്രോസസ് കേട്ടോ. റിലേറ്റിംഗ് ടു എ ഡിസീസ് പ്രോസസ്, ഒരു രോഗാവസ്ഥയുമായിട്ട് ബന്ധപ്പെട്ടത്. നമ്മളിപ്പോ പറയില്ലേ ലിവർ സിറോസിസ്, സിറോസിസ്, ലിവർ സിറോസിസ് നമ്മൾ പറയില്ലേ. എന്താണ്? ഡിസീസ് ഓഫ് ദ ലിവർ അല്ലെ, സിറോസിസ് എന്ന് പറയുമ്പോ. അതുപോലെ ട്യൂബർകുലോസിസ് എന്ന് പറയുമ്പോൾ ഡിസീസ് ഓഫ് ദ ലങ്സ് അല്ലെ. ഓക്കെ, അപ്പൊ ആ ഒരു ഡിസീസ് പ്രോസസ്സിനെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. OSIS, ഓസിസ്. ഓക്കെ, അടുത്തതാണ് ഓസ്റ്റോമി. എന്താണ്? ഓസ്റ്റോമി. ഓസ്റ്റോമി കേട്ടോ. എന്താണ്? സർജിക്കൽ ക്രിയേഷൻ ഓഫ് എൻ ഓപ്പണിംഗ് ഓർ ഹോൾ കേട്ടോ. സർജിക്കൽ ക്രിയേഷൻ ഓഫ് എൻ ഓപ്പണിംഗ് ഓഫ് ഹോൾ, അതായത് സർജിക്കൽ ക്രിയേഷൻ ആണ് കേട്ടോ. ക്രിയേറ്റ് ചെയ്യാണ്, അതായത് സർജറിയിലൂടെ നമ്മളൊരു ഓപ്പണിംഗ് അല്ലെങ്കിൽ ഒരു ഹോള് നമ്മൾ ഉണ്ടാക്കുകയാണ്, ക്രിയേറ്റ് ചെയ്യാണ്, മേക്ക് ചെയ്യാണ് കേട്ടോ. സർജിക്കൽ ക്രിയേഷൻ. ഇപ്പൊ ട്രക്കിയോസ്റ്റമി, ട്രക്കിയോസ്റ്റമി എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ ഈ ട്രക്കിയുടെ ഭാഗത്ത് ഒരു ഓപ്പണിംഗ് ക്രിയേറ്റ് ചെയ്യാണ്. ഓക്കെ, സർജിക്കൽ ക്രിയേഷൻ ഓഫ് എൻ ഓപ്പണിംഗ് ഓൺ അവർ എന്താണ്? ട്രക്കിയ കേട്ടോ. കറക്റ്റ് ആണ് കേട്ടോ. സുൾഫത്ത്. കോളോസ്റ്റമി അല്ലെ, കോളോസ്റ്റമി. അവിടെ സർജിക്കൽ ക്രിയേഷൻ ആണ് നമ്മള്. ഫിലോബോട്ടോമി. ഓക്കെ, ഫിലോബോട്ടോമി. അപ്പൊ എന്തായാലും സർജിക്കൽ ക്രിയേഷൻ ആണ് കേട്ടോ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എക്ടമി പഠിച്ചിരുന്നു. എക്ടമി പഠിച്ചില്ലേ? ട്യൂബക്ടമി, വാസക്ടമി. അത് സർജിക്കൽ റിമൂവൽ ആണ് കേട്ടോ. അത് സർജിക്കൽ റിമൂവൽ ആണ്. ഓസ്റ്റമി എന്ന് പറഞ്ഞ സർജിക്കൽ ക്രിയേഷൻ ആണ്, നമ്മൾ ഉണ്ടാക്കുകയാണ് കേട്ടോ. സർജിക്കൽ ക്രിയേഷൻ ആണ്, അതൊന്ന് ശ്രദ്ധിക്കുക കേട്ടോ. സർജിക്കൽ ക്രിയേഷൻ ഓഫ് എൻ ഓപ്പണിംഗ് ഓഫ് ഹോൾ. അടുത്തത് ഓട്ടോമി. എന്താണ്? ഓട്ടോമി. സർജിക്കൽ ഇൻസിഷൻ. ഫിലബോട്ടോമി. ആരാണ് പറഞ്ഞത്? ഫിലബോട്ടോമി പറഞ്ഞില്ലേ?
അലോണയാണ് നമ്മൾ പറഞ്ഞത്, അലോണ. ഓക്കെ, അലോണ പറഞ്ഞത് ഓട്ടോമി കേട്ടോ. ഫിലോപോട്ടോമി, സർജിക്കൽ ഇൻസിഷൻ അല്ലെ, സർജിക്കൽ ചെറിയൊരു ഇൻസിഷൻ ഉണ്ടാക്കുകയല്ലേ നമ്മളവിടെ, അങ്ങനെ ഉണ്ടാക്കാൻ മതി. ചെറിയൊരു മുറിവ്, ചെറിയൊരു കട്ടിങ് നമ്മളവിടെ ഉണ്ടാക്കുകയാണ് അല്ലെ. ഫിലോപോട്ടോമി അറിയാലോ, ബ്ലഡ് കളക്ട് ചെയ്യുന്ന ആളാണ് അല്ലെ. ഓക്കെ, അപ്പൊ സർജിക്കൽ ഇൻസിഷൻ ആണ് മീനിങ് കേട്ടോ. അടുത്തത് പതി, PATHY, ഇഷ്ടം പോലെ അറിയാം അല്ലെ നമുക്ക്. ഹോമിയോപതി അല്ലെ, അലോപ്പതി, നാച്ചുറോപ്പതി അല്ലെ. എന്താണ് പതി എന്ന് പറഞ്ഞാല്? ഡിസീസ് ഓർ എ സിസ്റ്റം ഫോർ ട്രീറ്റിംഗ് ഡിസീസ് അല്ലെ, സിസ്റ്റം ഓഫ് മെഡിസിൻ അല്ലെ, ഫോർ ട്രീറ്റിംഗ് ഡിസീസ്. ഓക്കെ, ഇപ്പൊ നാച്ചുറോപ്പതി, അലോപ്പതി, ഹോമിയോപ്പതി ഒക്കെ നമ്മൾ പറയാറില്ലേ, അത്. അടുത്തതാണ് ഫാഗിയ. എന്താണ് ഫാഗിയ? ഫാഗിയ എന്ന് പറയുന്നത് റിലേറ്റിംഗ് ടു ഈറ്റിംഗ് ഓർ സ്വാലോയിങ് അല്ലെ, തിന്നുന്നത് അല്ലെങ്കിൽ നമ്മൾ വിഴുങ്ങുന്നതുമായിട്ട് നമ്മൾ ഇതിന് ഫാഗോ പഠിച്ചിരുന്നു. അതുപോലെ തന്നെയാണ് ഫാഗിയ. ഫാഗിയ ഫോർ എക്സാമ്പിൾ എയറോഫാഗിയ. എയറോഫാഗിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ഈ പറയുന്ന പോലെ സ്വാലോയിങ് ടു മച്ച് എയർ, നമ്മൾ ഒരുപാട് എയർ ഇങ്ങനെ എടുക്കുന്നതിനെയാണ് പറയുന്നത് കേട്ടോ. റിലേറ്റിംഗ് ടു ഈറ്റിംഗ് ഓർ സ്വാലോയിങ് കേട്ടോ, വിഴുങ്ങുന്നത് അല്ലെങ്കിൽ തിന്നുന്നതുമായിട്ടൊക്കെ ബന്ധപ്പെട്ടതാണ്. അടുത്തതാണ് ഫാസിയ. ഫാസിയ എന്താണ്? റിലേറ്റിംഗ് ടു സ്പീച്ച്, റിലേറ്റിംഗ് ടു സ്പീച്ച്. ഓക്കെ, സംസാരവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഫോബിയ. ഫോബിയ പലപ്പോഴും നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലെ. ഫോബിയ പൊതുവെ ഒരു പേടിയാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. റിലേറ്റിംഗ് ടു കറക്റ്റ് ആൻസർ, ഫിയർ ആണ്. വെറും ഫിയർ അല്ല, റിലേറ്റിംഗ് ടു എൻ ഇറേഷണൽ ഫിയർ, നമുക്ക് അകാരണമായിട്ടുണ്ടാവുന്ന ഭയം. ഇപ്പൊ നമ്മൾ പറയില്ല എയറോഫോബിയ, അതുപോലെ തന്നെ എന്താണ് ഹൈഡ്രോഫോബിയ, വെള്ളത്തിനോടുള്ള പേടി, അങ്ങനെയൊക്കെയുള്ള പല ഫോബിയാസ് ഉണ്ട് അല്ലെ. എയറോഫോബിയ ദാറ്റ് മീൻസ് ഫിയർ ഓഫ് ഹൈറ്റ്. നമുക്ക് ചിലർക്ക് ഉയരത്തിലൊക്കെ എത്തുന്ന ഒരു പേടി ഉണ്ടാവും അല്ലെ, അങ്ങനെ പേടിയുള്ളവരുണ്ട്. അതുപോലെ തന്നെ ഹൈഡ്രോഫോബിയ, വെള്ളത്തിനോടുള്ള പേടി, അതൊക്കെ. അപ്പൊ ഒരു ടൈപ്പ് ഓഫ് ഫോബിയ ആണ്, അകാരണമായിട്ടുള്ള ഭയമാണ് കേട്ടോ. റിലേറ്റീവ് ടു എൻ ഇറേഷണൽ ഫിയർ ആണ് ഉദ്ദേശിക്കുന്നത്. അടുത്തതാണ് പ്ലാസ്റ്റി. പ്ലാസ്റ്റി എന്താണ്? പ്ലാസ്റ്റിക് സർജറി ആണ് ഉദ്ദേശിക്കുന്നത്. കെരാറ്റോപ്ലാസ്റ്റി കേട്ടിട്ടില്ലേ നിങ്ങള്? ആൻജിയോപ്ലാസ്റ്റി ഒക്കെ പറയുമ്പോൾ എന്താണ് അവിടെ? പ്ലാസ്റ്റിക് സർജറി അല്ലെങ്കിൽ ഇപ്പൊ കെരാറ്റോപ്ലാസ്റ്റി. കെരാറ്റോപ്ലാസ്റ്റി എന്ന് വെച്ചാൽ നമ്മുടെ കോർണിയ മാറ്റി വെക്കൽ ശസ്ത്രക്രിയ ഉണ്ടല്ലോ, അതാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. കെരാറ്റോപ്ലാസ്റ്റി, ആൻജിയോപ്ലാസ്റ്റി കറക്റ്റ് ആണ് കേട്ടോ. അതൊക്കെ എക്സാമ്പിൾ ആണ്. എക്സാമ്പിൾ പ്ലാസ്റ്റിക് സർജറി കണക്ട് ചെയ്യാം കേട്ടോ, മീനിങ് ആയിട്ട് നിങ്ങൾ കണക്ട് ചെയ്യാം. പിന്നെ പ്ലെജിയ. പ്ലെജിയ എന്ന് പറഞ്ഞാല് പാരാലിസിസ് ആണ് കേട്ടോ. പാരാലിസിസ്, നമ്മളിങ്ങനെ തളർന്നു പോകില്ലേ, ഹെമിപ്ലെജിയ. ഹെമിപ്ലെജിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാരാലിസിസ് ഓഫ് വൺ സൈഡ് ഓഫ് ദ ബോഡി. ഹെമി എന്ന് പറയുന്ന ഹാഫ് ആണ്, നമ്മൾ ഇന്നലെ പഠിച്ചു കേട്ടോ, ഹാഫ് ആണെന്ന് പഠിച്ചു. ഹെമിസ്ഫിയർ എന്നൊക്കെ നമ്മൾ പറഞ്ഞേ. അപ്പൊ ഹെമിപ്ലെജിയ എന്ന് പറയുമ്പോൾ എന്താണ്? പാരാലിസിസ് ഓഫ് ദ വൺ സൈഡ് ഓഫ് ദ ബോഡി അല്ലെ, നമ്മുടെ ബോഡിയുടെ ഒരു സൈഡ് തളർന്നു പോകും. സ്ട്രോക്ക് ഒക്കെ വരുന്ന ആൾക്കാരില്ലേ, അങ്ങനെ വരുന്ന ചില വശങ്ങൾ, ചിലർ പൂർണ്ണമായിട്ട് തളർന്നു പോകും, ചിലർക്ക് ചില വശങ്ങളായിരിക്കും പാരലൈസ് ചെയ്ത് പോകുന്നത്. ഓക്കെ, അറിയാലോ നിങ്ങൾക്ക് പ്ലെജിയ കേട്ടോ, പാരാലിസിസ്. അടുത്തതാണ് നിയ അല്ലെ. നിയ. നിയ എന്ന് പറയുമ്പോൾ റിലേറ്റിംഗ് ടു ബ്രീത്തിങ് ആണ് കേട്ടോ. ഓക്കെ, റിലേറ്റിംഗ് ടു ബ്രീത്തിങ്, അതായത് നമ്മുടെ ശ്വസനവുമായിട്ട് ബന്ധപ്പെട്ടതാണ് കേട്ടോ. ഡിസ്പ്നിയ എന്നൊക്കെ പറയുമ്പോൾ ഡിഫിക്കൽട്ടി ഇൻ ബ്രീത്തിങ് ആണ് കേട്ടോ, ഡിഫിക്കൽട്ടി ഇൻ ബ്രീത്തിങ്. അതുപോലെ ടോസിസ്. എന്താണ് ടോസിസ്? ടോസിസ് എന്ന് പറഞ്ഞാൽ ഡ്രൂപ്പിംഗ്. ഡ്രൂപ്പിംഗ് എന്ന് പറഞ്ഞാൽ തൂങ്ങി നിൽക്കുന്ന, തള്ളി നിൽക്കുന്ന, അങ്ങനെയൊക്കെ ഉള്ളൊരു അർത്ഥമാണ് കേട്ടോ ടോസിസ്. അതായത് ഇപ്പൊ ബ്ലിഫാറോപ്റ്റിസ്. എന്താണ് ബ്ലിഫാറോപ്റ്റിസ്? ബ്ലിഫാറോപ്റ്റിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ ഈ കൺപോളയൊക്കെ അത് തന്നെ നമ്മുടെ ഈ കൺപോളയൊക്കെ ഇങ്ങനെ തൂങ്ങി നിൽക്കുന്നതില്ലേ, ആ ഒരു അവസ്ഥയാണ് കേട്ടോ നമ്മൾ പറയുന്നത്. കൺപോള ഇങ്ങനെ ഐലിഡ്സുകൾ അങ്ങനെ തൂങ്ങിക്കിടക്കുന്ന ആ ഒരു ഇതാണ് കേട്ടോ. അതൊക്കെ എക്സാമ്പിൾ ആയിട്ട് പറയാം. ഡ്രൂപ്പിംഗ് ആണ് കേട്ടോ, തൂങ്ങി നിൽക്കുന്നത്, അതന്നെ ഡ്രൂപ്പിംഗ് ഓഫ് ഐലിഡ്. അല്ലോണം 26 അല്ലെ. നിയ. നിയ എന്ന് പറഞ്ഞാല് റിലേറ്റിംഗ് ടു ബ്രീത്തിങ് ആണ് കേട്ടോ. ശ്വസനവുമായിട്ട് ബന്ധപ്പെട്ടതാണ് കേട്ടോ, ബ്രീത്തിങ്ങുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഡിസ്പ്നിയ എന്നൊക്കെ പറയും. DYSPNEA എന്ന് വെച്ചാൽ ഡിഫിക്കൽട്ടി ഇൻ ബ്രീത്തിങ് ആണ്, ബ്രീത്ത് ചെയ്യാനുള്ളൊരു ബുദ്ധിമുട്ടാണ് കേട്ടോ. പിന്നെ ടോസിസ് കണ്ടല്ലോ, ഡ്രൂപ്പിംഗ് ആണ്. അടുത്തത് റേജ്. ഹെമറേജ് നോക്കാൻ മതി. ഹെമറേജ് കേട്ടിട്ടില്ലേ? ഹെമറേജ് നമ്മുടെ ഈ എന്താ പറയാ, മസ്തിഷ്കത്തിൽ പ്രത്യേകിച്ച് ബ്രെയിനിലൊക്കെ അങ്ങനെ ബ്ലഡ് വെസൽ പൊട്ടുന്ന ഒരവസ്ഥ അല്ലെ. കറക്റ്റ് ആണ് കേട്ടോ. റേജ്. അൺയൂഷ്വൽ ഓർ എക്സസീവ് ഫ്ലോ ഡിസ്ചാർജ് അല്ലെ, അൺയൂഷ്വൽ ആയിട്ടുള്ള, അതുപോലെ എക്സസീവ് ആയിട്ടുള്ള ഫ്ലോ അല്ലെ, ഫ്ലോ ഓഫ് ബ്ലഡ് അല്ലെ, ഓർ ഡിസ്ചാർജ്, അതിനെയൊക്കെ നമുക്ക് പറയുന്നൊരു സഫിക്സ് ആണ് റേജ്. അതുപോലെ തന്നെയാണ് റാജിയ അല്ലെ, ഹെമറാജിയ എന്നൊക്കെ പറയുന്നത് എന്താണ്?
ഇത് തന്നെ സെയിം മീനിങ് ആണ്. അൺയൂഷ്വൽ ഓർ എക്സസീവ് ഫ്ലോ ഓർ ഡിസ്ചാർജ് കേട്ടോ. ഹെമറേജ്, ഹെമറാജിയ ഇതൊക്കെ ഒരേ മീനിങ് ആണ് വരുന്നത് കേട്ടോ. അൺയൂഷ്വൽ ഓർ എക്സസീവ് ഫ്ലോ ഓർ ഡിസ്ചാർജ്. ഓക്കെ, അടുത്ത പേജിലോട്ട് പോവാം കേട്ടോ. നെക്സ്റ്റ് പേജില് നമ്മുടെ സഫിക്സ് തീരും. നെക്സ്റ്റ് പേജില് സഫിക്സ് മാത്രമല്ല കേട്ടോ ഞാൻ മാർക്ക് ചെയ്യാൻ പറയുന്നത്. 30 തൊട്ട് 37 വരെ നമ്പേഴ്സിൽ മാർക്ക് ചെയ്തോളൂ കേട്ടോ. എന്താണ് 29 ആണോ? രാജിയ. രാജിയ എന്ന് പറഞ്ഞാല് അൺയൂഷ്വൽ ഓർ എക്സസീവ് ഫ്ലോ ഓർ ഡിസ്ചാർജ്, ഹെമറാജിയ. അതായത് നമ്മുടെ തലച്ചോറിനകത്ത് ഈ ബ്ലഡ് വെസൽ എന്താണ് പൊട്ടിയിട്ട് ചോര അല്ലെ, എക്സസീവ് ഫ്ലോ ഓഫ് ബ്ലഡ് വരികയാണ് അല്ലെ, ആ ഒരു അർത്ഥമാണ് രാജിയ. ഞാൻ എക്സാമ്പിൾ ആണ് ഹെമറാജിയ എന്ന് പറഞ്ഞത്. രാജിയ എന്ന് വെച്ചാൽ ഉദ്ദേശിക്കുന്നത് അൺയൂഷ്വൽ ഓർ എക്സസീവ് ഫ്ലോ ഓർ ഡിസ്ചാർജ് ആണ് കേട്ടോ. ഓക്കെ, അടുത്തത് 30 തൊട്ട് 37 വരെയുള്ളതില് മാർക്ക് ചെയ്തോളൂ. 32 ട്ടോ, 32 മാർക്ക് ചെയ്യാം കേട്ടോ. 32, 33, 33, 36 കേട്ടോ. അതെ അതെ സെയിം ആണ് കേട്ടോ അലോണ, സെയിം മീനിങ് ആണ്. റേജ് എന്നാലും രാജിയ എന്ന് പറഞ്ഞാലും സെയിം മീനിങ് തന്നെയാണ് കേട്ടോ. 28ഉം 29ഉം സെയിം മീനിങ് ആണ്. റേജ്, ഹെമറേജ് എന്നും പറയാം, ഹെമറാജിയ എന്നും പറയാം. രണ്ടും സെയിം മീനിങ് ആണ് കേട്ടോ. മാർക്ക് ചെയ്തല്ലോ. 32, 33, 36 കേട്ടോ. ഓക്കെ, വായിക്കാം നമുക്ക്. 32, 33, 36. ഓക്കെ, 3 ഉള്ളൂ. അടുത്തത് ഗ്രാഫി കേട്ടോ. ഗ്രാഫി എന്ന് വെച്ചാൽ സ്വിച്ചർ ഓഫ്, റിപ്പയർ ഓഫ്. സ്വിച്ചർ എന്ന് പറഞ്ഞാൽ തുന്നലാണ് കേട്ടോ ഉദ്ദേശിക്കുന്നത്. തുന്നല്, റിപ്പയർ ഓഫ്, റിപ്പയർ എന്നുള്ള മീനിങ് ആണ്. റിയ, റിയ എന്ന് പറയുമ്പോൾ ഫ്ലോ ഓർ ഡിസ്ചാർജ്. ഡയേറിയ ഓർത്താ മതി. ഡയേറിയ നമ്മൾ പറയല്ലോ, ഡയേറിയ എന്ന് പറയുമ്പോൾ എന്താണ്, ലൂസ് മോഷൻ പോകുന്ന ആ ഒരു അവസ്ഥയാണ് അല്ലെ, ഫ്ലോ ഓർ ഡിസ്ചാർജ്. ഓക്കെ, അതാണ്. അപ്പൊ ഡയേറിയ എന്ന് ഓർത്താ മതി കേട്ടോ. അപ്പൊ റിയ എന്ന് പറഞ്ഞ ആ ഒരു സഫിക്സിന്റെ മീനിങ് ഫ്ലോ ഓർ ഡിസ്ചാർജ് എന്നാണ്. അടുത്തത് സ്കോപ്പ്, ഇഷ്ടം പോലെ ഉണ്ട് അല്ലെ. എൻഡോസ്കോപ്പ്, ബ്രോങ്കോസ്കോപ്പ് അല്ലെ, അത് തന്നെ എൻഡോസ്കോപ്പ്. അതാണ് സ്കോപ്പി അല്ല, സ്കോപ്പ് ആണ് ആദ്യം പറയുന്നത് കേട്ടോ. അതെന്ന് പറഞ്ഞ ഡിവൈസ് ഫോർ എക്സാമിനേഷൻ, അതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഉപകരണത്തിനെയാണ് നമ്മൾ സ്കോപ്പ്, എൻഡോസ്കോപ്പ് അല്ലെ. അതുപോലെ ബ്രോങ്കോസ്കോപ്പ് എന്ന് വെച്ചാൽ ഡിവൈസ് ആണ്. ഓക്കെ, സ്കോപ്പി എന്ന് പറയുമ്പോൾ രണ്ടാമത്തെ സ്കോപ്പി എന്ന് പറയുമ്പോൾ ആ പ്രൊസീജിയറിനെയാണ് പറയുന്നത് കേട്ടോ. പ്രൊസീജിയർ. സ്കോപ്പ് എന്ന് പറയുമ്പോൾ അത് ഡിവൈസ് ആണ്, ആ ഉപകരണത്തിനെ പറയുന്നതാണ്. ഇപ്പൊ എൻഡോസ്കോപ്പി എന്ന് പറഞ്ഞാൽ അത് പ്രൊസീജിയർ ആണ്. എൻഡോസ്കോപ്പ് ഉപയോഗിച്ചുകൊണ്ട് ചെയ്യുന്ന പ്രൊസീജിയറിനെയാണ് നമ്മൾ സ്കോപ്പി എന്ന് എടുത്ത് പറയാം കേട്ടോ. സ്കോപ്പി എക്സാമിനേഷൻ വിത്ത് ഡിവൈസ് കേട്ടോ. അതെല്ലാം ഡിവൈസ് ഉപയോഗിച്ചുകൊണ്ടുള്ള പരിശോധന. അടുത്തത് അതന്നെ എൻഡോസ്കോപ്പി, കോളനോസ്കോപ്പി അതൊക്കെ കറക്റ്റ് ആണ് കേട്ടോ. ലക്ഷ്മി കറക്റ്റ് ആണ്. ലാപ്രോസ്കോപ്പി കറക്റ്റ് ആണ് കേട്ടോ. അടുത്തതാണ് സിസ്. സിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എ പ്രോസസ് അഥവാ ആക്ഷൻ ഓർ കണ്ടീഷൻ എന്നുള്ള അർത്ഥമാണ്. ഇതേ മീനിങ് തന്നെയാണ് ആർക്കും വരുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞില്ല ഓസിസ്, ഓസിസ് എന്താണ്, റിലേറ്റിംഗ് ടു എ ഡിസീസ് പ്രോസസ്. ബ്രാക്കറ്റിൽ അവർ കൊടുത്തിരുന്നു സി ആൾസോ സിസ് എന്ന് പറഞ്ഞു. സിസ് എന്ന് പറയുന്നതും സെയിം മീനിങ് ആണ് കേട്ടോ. കണ്ടോ, സിസും അതിന്റെ അർത്ഥം ഇത് തന്നെയാണ്, എ പ്രോസസ്. ഓക്കെ, ഡയാലിസിസ് അല്ലെ, ഡയാലിസിസ് അല്ലെ, അത് ഫോട്ടോ. ഓക്കെ, പാരാലിസിസ്, അതെ, ഫോട്ടോസിന്തസിസ് ഒരു പ്രോസസ് ആണ് അല്ലെ. ഇത് പ്രോസസ്, ആക്ഷൻ ഓഫ് കണ്ടീഷൻ. ഓക്കെ, ക്ലിയർ ആണല്ലോ. അടുത്തതാണ് ടാക്സിസ്. എന്താണ് ടാക്സിസ്? സഫിക്സ് എന്താ മീനിങ്? ഓർഡർ അഥവാ അറേഞ്ച്മെന്റ് ഓഫ്. രണ്ട് മീനിങ് ആണ്, ഓർഡർ അഥവാ അറേഞ്ച്മെന്റ് ഓഫ്. ക്ലിയർ. അടുത്തതാണ് ട്രോപ്പിക്. ഇതാണ് ട്രോപ്പിക്. ട്രോപ്പിക് എന്ന് പറഞ്ഞാൽ റിലേറ്റിംഗ് ടു ന്യൂട്രീഷൻ. ഓക്കെ, പോഷണവുമായിട്ട് ബന്ധപ്പെട്ടത്. നമ്മൾ ഈ സ്കൂളിൽ പഠിക്കുന്ന സമയത്തെ നമ്മൾ ഇത് പഠിക്കില്ലേ, എന്താണ് ആഹാര ശൃംഖല, ഫുഡ് ചെയിൻ ഒക്കെ പഠിക്കുമ്പോൾ നമ്മൾ ഓട്ടോട്രോപ്പിക് പറയാറില്ലേ, ഫസ്റ്റ് പോഷണ തലങ്ങളിൽ പഠിക്കാറുണ്ട്. അങ്ങനെ ഓർത്താൽ മതി കേട്ടോ. ട്രോപ്പിക് പോഷണ തലങ്ങളാണ്. ഓക്കെ, റിലേറ്റിംഗ് ടു ന്യൂട്രീഷൻ, ഓട്ടോട്രോപ്പിക് അല്ലെ, അങ്ങനെയൊക്കെ നമ്മൾ പറയാറുണ്ട്. അതായത് എന്താണ് സ്വപോഷികൾ എന്നൊക്കെ നമ്മൾ പറയില്ലേ, അത്. അപ്പൊ റിലേറ്റിംഗ് ടു ന്യൂട്രീഷനുമായിട്ട് ബന്ധപ്പെട്ടതാണ് കേട്ടോ. ഓരോ ട്രോപ്പിക് തലങ്ങൾ എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. അടുത്തതാണ് യൂറിയ. യൂറിയ എന്ന് സഫിക്സ് ആയിട്ട് വരുന്നത് കേട്ടോ. അതെന്താ ഉദ്ദേശിക്കുന്നത്? റിലേറ്റിംഗ് ടു എ സബ്സ്റ്റൻസ് ഇൻ ദ യൂറിൻ ഓർ ദ കണ്ടീഷൻ സോ ഇൻഡിക്കേറ്റഡ്. അപ്പൊ യൂറിനിലുള്ള ഏതെങ്കിലും ഒരു സബ്സ്റ്റൻസിന്റെ സാന്നിധ്യം, അത് നമ്മൾ ഇങ്ങനെയാണ് യൂറിയ എന്ന അവസാനം എന്താണ് ആൽബുമിനൂറിയ. ആൽബുമിനൂറിയ എന്ന് പറഞ്ഞാല് ടൂ മച്ച് ആൽബുമിൻ പ്രസൻസ് ഇൻ യൂറിയ കേട്ടോ. യൂറിയക്കകത്തുള്ള പോളിയൂറിയ. ഓക്കെ, ആൽബുമിനൂറിയ എന്ന് പറഞ്ഞാൽ ആൽബുമിൻ പ്രസൻസ് ആണ് യൂറിയക്കകത്ത്. ഓക്കെ,
that is relating to substance in the urine or the conditions so indicated. Okay. അപ്പൊ ഇതിനകത്ത് മാർക്ക് ചെയ്തത് മൂന്നെണ്ണേ ഉള്ളൂ, 32, 33, അതുപോലെ തന്നെ 36. ഓക്കെ, കഴിഞ്ഞു കേട്ടോ. സഫിക്സ് നമ്മുടെ അവിടെ അവസാനിക്കുകയാണ് കേട്ടോ. സഫിക്സിന്റെ നമ്പേഴ്സ് എന്താണ്? 30 എന്താണ് പറയാനുള്ളത്? റാഫി. റാഫി എന്ന് പറഞ്ഞാല് സ്വിച്ചർ ഓഫ്, തുന്നലാണ് കേട്ടോ, തുന്നല് അല്ലെങ്കിൽ റിപ്പയർ ഓഫ്, നമ്മളത് റിപ്പയർ ചെയ്തെടുക്കുന്നതിനൊക്കെയാണ്, അങ്ങനെയുള്ള അർത്ഥമാണ് കേട്ടോ. റാഫി എന്ന് സഫിക്സിലോട്ട് വരുമ്പോൾ ഏതെങ്കിലും ഒരു വാക്കുണ്ടാവും, അതിനോട് കൂടിയിട്ട് റാഫി എന്ന് ചേർത്താണ് സ്വിച്ചർ ഓഫ് അഥവാ റിപ്പയർ ഓഫ് എന്നൊക്കെയുള്ള മീനിങ് ആണ് കേട്ടോ. ഓക്കെ, അപ്പൊ നമ്മള് സഫിക്സിനകത്ത് മാർക്ക് ചെയ്തത് ജസ്റ്റ് ഒന്ന് പറയാണ് കേട്ടോ. സഫിക്സ് മാത്രമാണ് 1 മുതൽ 37 എണ്ണം ഉണ്ടായിരുന്നു. അതിനകത്ത് മാർക്ക് ചെയ്ത നമ്പേഴ്സ് ഒന്ന് പറയാണ്, ചെക്ക് ചെയ്യാം കേട്ടോ. 1, 4, 6, 8, 12, 15, 23, 24, 25, 27, 32, 33, 36. ഓക്കെ, കിട്ടില്ലോ? ഓക്കെ, ഇനി അടുത്തത് കേട്ടോ. നെക്സ്റ്റ് വരുന്നതാണ് കോമൺ റൂട്ട് വേർഡ്സ്. അപ്പൊ നമ്മൾ പ്രിഫിക്സ് കണ്ടു, സഫിക്സ് കണ്ടു അല്ലെ. ബിഗിനിങ് പാർട്ട് ഓഫ് ദ മെഡിക്കൽ ടേം ആണ് പ്രിഫിക്സ്, എൻഡിങ് പാർട്ട് ഓഫ് ദ മെഡിക്കൽ ടേം ആണ് സഫിക്സ്. ഓക്കെ, ഇനി നമ്മൾ പഠിക്കുന്നത് കോമൺ റൂട്ട് വേർഡ്സ് ആണ് കേട്ടോ. റൂട്ട് വേർഡ് എന്താണെന്ന് നമ്മൾ പറഞ്ഞത് ഫണ്ടമെന്റൽ അഥവാ ചീഫ് പാർട്ട് ഓഫ് ദ മെഡിക്കൽ ടേം ആണ് അല്ലെ. എസെൻഷ്യൽ പാർട്ട് ഓഫ് ദ മെഡിക്കൽ ടേം ആണ് കോമൺ റൂട്ട് വേർഡ്സ്, അതേസമയം ഫണ്ടമെന്റൽ കേട്ടോ. ഓക്കെ, നമുക്ക് നോക്കാം കോമൺ റൂട്ട് വേർഡ്സ്. അതിനകത്ത് 1 മുതൽ 10 വരെയുള്ള നമ്പേഴ്സിൽ മാർക്ക് ചെയ്തോളൂ കേട്ടോ. 1 മുതൽ 10 വരെയുള്ള നമ്പേഴ്സിൽ മാർക്ക് ചെയ്യേണ്ട നമ്പേഴ്സ് 5, 5 മാർക്ക് ചെയ്തു കേട്ടോ. 5, 7, 8, 9, 10. ഒന്നുകൂടെ പറയാണ്, 5, 7, 8, 9, 10. മാർക്ക് ചെയ്തില്ല, അത് നിർബന്ധമായിട്ട് പഠിക്കണം കേട്ടോ. വായിക്കാം നമുക്ക്. ആദ്യത്തെ റൂട്ട് വേർഡ് എക്കൗ. എക്കൗ എന്ന് പറയുമ്പോൾ എന്താ മീനിങ്? ഹിയർ അല്ലെ, ഹിയർ എന്നാണ് കേട്ടോ. എക്കൗസ്റ്റിക്സ് എന്നൊക്കെ കേട്ടിട്ടില്ലേ നമ്മൾ ഈ തിയേറ്ററിലൊക്കെ പോകുമ്പോ? എക്കൗസ്റ്റിക്സ് എന്നൊക്കെ പറയുമ്പോ എക്കൗ എന്ന് പറഞ്ഞാൽ ഹിയർ എന്നുള്ള മീനിങ് ആണ് കേട്ടോ. ആ ഹിയർ, ഓക്കെ, കേൾക്കാം എന്നുള്ള മീനിങ് ആണ്. അടുത്തത് അഡിപ്പ്. അഡിപ്പ് എന്താണ്? ഫാറ്റ്. എന്താണ്? ഫാറ്റ്. നോട്ട് ചെയ്യാം കേട്ടോ. അഡിപ്പ് എന്താണ്? ഫാറ്റ് കേട്ടോ, ഫാറ്റ്. അടുത്തത് അതെ, ആഡിപ്പോസ്. ആഡിപ്പോസ് എന്നൊക്കെ പറയും, ആഡിപ്പോസ് ടിഷ്യൂ എന്നൊക്കെ കേട്ടിട്ടുണ്ടാവും, ഫാറ്റ് ആണ്. അടുത്തതാണ് ആൽബ്. ആൽബ് എന്താണ് മീനിങ്? വൈറ്റ്. ആൽബിനിസം, ഈ വെള്ളപ്പാണ്ടൊക്കെ വരില്ലേ, നമ്മൾ ആൽബിനിസം എന്നാണ് അതിന് പറയാം. ആൽബിനിസം വൈറ്റ്, അങ്ങനെ ഓർക്കത്. വെള്ളപ്പാണ്ടിനെ പറയുന്നതാണ് ആൽബിനിസം. അപ്പൊ വെള്ളം, വൈറ്റ് അങ്ങനെ കണക്ട് ചെയ്യാം കേട്ടോ. ആൾജസ് പെയിൻ. അനാൾജസിക് എന്നൊക്കെ നമ്മൾ പറയില്ല, അനാൾജസിക് അല്ലെ, ALGES വരുന്നുണ്ട് അല്ലെ. അനാൾജസിക് ആണെന്ന് പറഞ്ഞാൽ എന്താണ്? പെയിൻ കില്ലർ ആണെന്ന് നമ്മൾ പറയില്ലേ. ആൾജസ് എന്ന് പറയുമ്പോൾ പെയിൻ ആണ് കേട്ടോ, മീനിങ് പെയിൻ ആണ്. ആൻഡ്രോജൻ ഓർത്താൽ മതി. ആൻഡ്രോജൻ മെയിൽ ആണ് കേട്ടോ. മെയിൽ എന്താണ്? ഹോർമോൺ ആണ് ആൻഡ്രോജൻ എന്ന് പറയുന്നത്. ഓക്കെ, ആൻഡ്രോജൻ, ആൻഡ്രോ എന്ന് പറയുമ്പോൾ മെയിൽ റീപ്രൊഡക്റ്റീവ് ഹോർമോൺ ആണ് കേട്ടോ. ഓക്കെ, അപ്പൊ മെയിൽ എന്ന് ഓർത്താൽ മതി, ആൻഡ്രോ. അടുത്തതാണ് അയോർട്ട. അയോർട്ട എന്ന് പറഞ്ഞാൽ ശരിക്കും മഹാധമനിയാണ് കേട്ടോ. മഹാധമനിയാണ് അയോർട്ട എന്ന് പറഞ്ഞാല്. ദ ലാർജ് ആർട്ടറി എക്സൈറ്റിംഗ് ഫ്രം ദ ലെഫ്റ്റ് വെൻട്രിക്കിൾ ഓഫ് ദ ഹാർട്ട്. ഓക്കെ, നമ്മുടെ ഹാർട്ടിന് 4 ചാമ്പേഴ്സ് ഉണ്ടല്ലോ, 4 അറകളുണ്ട്. ലെഫ്റ്റ് ഏട്രിയം, ലെഫ്റ്റ് വെൻട്രിക്കിൾ, റൈറ്റ് ഏട്രിയം, റൈറ്റ് വെൻട്രിക്കിൾ എന്ന് പറഞ്ഞിട്ട് 4 അറകളുണ്ട്. അതിനകത്ത് ഏറ്റവും വലിയ ആർട്ടറിയാണ്, ഏറ്റവും വലിയ ധമനിയാണ്, ദാറ്റ് ഈസ് എക്സൈറ്റിംഗ് ഫ്രം ദ ലെഫ്റ്റ് വെൻട്രിക്കിൾ ഓഫ് ദ ഹാർട്ട് കേട്ടോ. ലെഫ്റ്റ് വെൻട്രിക്കിളിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നതാണ്, ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിലോട്ട് പോകുന്ന ധമനിയാണ് കേട്ടോ. അതിൽ രക്തം കൊണ്ടുപോകുന്ന ധമനിയാണ് അയോർട്ട കേട്ടോ. അയോർട്ട, മഹാധമനി എന്നൊക്കെയാണ് പറയുക. അക്വ പിന്നെ നിങ്ങൾക്ക് അറിയാലോ, ഹൈഡ്രോ എന്ന് പറഞ്ഞാൽ വാട്ടർ ആണ്. അക്വാമാൻ എന്ന് ഓർക്കാൻ, അക്വാമാൻ വാട്ടർ ആണ് കേട്ടോ, വാട്ടർ. ഓക്കെ, ആസ്ഫിക്സിയ. ആസ്ഫിക്സിയ എന്താ? ആസ്ഫിക്സിയ that means lack of oxygen or excess of carbon dioxide in the body that results in unconsciousness. അതായത് ആസ്ഫിക്സിയ എന്ന് പറയുമ്പോൾ ലാക്ക് ഓഫ് ഓക്സിജൻ, ഓക്സിജന്റെ അഭാവം, അല്ലെങ്കിൽ എക്സസ് ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് അല്ലെ, കാർബൺ ഡൈ ഓക്സൈഡിന്റെ അളവ് വർദ്ധിക്കുന്ന ഒരവസ്ഥ ഇൻ ദ ബോഡി
ദാറ്റ് റിസൾട്ട്സ് ഇൻ അൺകോൺഷ്യസ്നെസ്. അല്ലെ, നമുക്കൊരു അബോധാവസ്ഥ ഉണ്ടാക്കുന്നത്. ഒന്നില്ലെങ്കിൽ ഓക്സിജൻ ലെവൽ താഴ്ന്നു പോവുക, അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിൽ കാർബൺ ഡയോക്സൈഡ് അളവ് കൂടി വരുന്ന സാഹചര്യം അല്ലെ, അപ്പൊ നമുക്ക് അബോധാവസ്ഥയിലാവും. ആ ഒരു സിറ്റുവേഷൻ ആണ് കേട്ടോ ആസ്ഫിക്സിയ എന്ന് പറയുന്നത്, ശ്വാസം മുട്ടൽ. ഓക്കെ, അടുത്തതാണ് അസ്തൻ. അസ്തൻ എന്ന് പറഞ്ഞാൽ വീക്ക് ആണ് കേട്ടോ, വീക്ക്, ഫീബിൾനെസ് എന്നൊക്കെയുള്ള അർത്ഥമാണ് കേട്ടോ അസ്തൻ. അസ്തനോ എന്ന് പറഞ്ഞ് ഇന്നലെ നമ്മൾ പഠിച്ചിരുന്നു കേട്ടോ, ഫീബിൾനെസ്, ബലഹീനത, വീക്ക് ആയിട്ടുള്ള അവസ്ഥയാണ്. ഓഡി, ഓഡി എന്ന് പറയുമ്പോൾ ഓഡിബിൾ എന്നോർത്താണ് മതി അല്ലെ, ഓഡിബിൾ, ഓഡിബിൾ എന്നൊക്കെ പറയുമ്പോൾ ടു ഹിയർ അല്ലെ, കേൾക്കാൻ കഴിയുന്നത്. ചില കാര്യങ്ങൾ മെഡിക്കൽ ടേം അല്ല കേട്ടോ ഞാൻ പറയുന്നത്, നിങ്ങൾക്ക് ഓർക്കാൻ വേണ്ടിയിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെയാണ് കേട്ടോ. ഞാൻ അക്വൊക്കെ പറയുമ്പോൾ അക്വാമാൻ എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കരുത് മെഡിക്കൽ ടേം ഒന്നും അല്ല, ഓർക്കാൻ വേണ്ടി പറയുന്നതാണ് കേട്ടോ. എങ്ങനെ കണക്ഷൻ കിട്ടാൻ വേണ്ടി പറഞ്ഞാണ്. ഓഡി എന്ന് പറയുമ്പോൾ ടു ഹിയർ കേട്ടോ, ടു ഹിയർ, ഓഡിബിൾ, ഓഡിബിൾ സൗണ്ട് എന്നൊക്കെ നമ്മൾ പറയാം. ഓക്കെ, അറിയാലോ നിങ്ങൾക്ക്, അത്രയേ ഉള്ളൂ കേട്ടോ. അടുത്ത പേജിലോട്ട് പോവാണ്, നെക്സ്റ്റ് പേജിലോട്ട് പോവാണ്. നെക്സ്റ്റ് പേജില് മാർക്ക് ചെയ്യേണ്ടത് കേട്ടോ 11 തൊട്ട് എത്രയുണ്ട്, 29 വരെയാണുള്ളത്. അതിനകത്ത് മാർക്ക് ചെയ്യേണ്ട നമ്പേഴ്സ് ഇതൊക്കെയാണ്. 15 കേട്ടോ, 15 മാർക്ക് ചെയ്യാം കേട്ടോ, 15. ഓക്കെ, 17, 17, 17, 19 കേട്ടോ, 19, 19, 23, 23, 27, 27. ഓക്കെ, എന്നോട് പറയാണ് 15, 17, 19, 23, 27. ഓക്കെ, കിട്ടിയില്ലേ? വായിക്കാം നമുക്ക്. അടുത്തത് ബ്രോങ്ക് കേട്ടോ, ബ്രോങ്ക്. ബ്രോങ്ക് എന്ന് പറഞ്ഞാല് വിൻഡ് പൈപ്പ്. അയ്യോ ഒരു മിനിറ്റ് കേട്ടോ, 11 ഒന്ന് മാർക്ക് ചെയ്ത് നിങ്ങള്, ഞാൻ പറഞ്ഞില്ല കേട്ടോ, സോറി. 11 മാർക്ക് ചെയ്യാം കേട്ടോ, 11 ഒന്ന് മാർക്ക് ചെയ്യണേ. 11 ഞാൻ പറഞ്ഞില്ല, ഞാൻ 15 തൊട്ടാണ് പറഞ്ഞത്. 11 മാർക്ക് ചെയ്യണം കേട്ടോ, അത് ചോദിച്ചിട്ടുണ്ട് 11 വർഷം, അതുകൊണ്ടാണ് 11 മാർക്ക് ചെയ്യാൻ നിർബന്ധമായിട്ട് മറന്നുപോയി. ബ്രോങ്ക് കേട്ടോ, ബ്രോങ്ക്. ബ്രോങ്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ വിൻഡ് പൈപ്പ് ആണ് കേട്ടോ. ബ്രോങ്ക്, ബ്രോങ്കിയോൾസ്, ബ്രോങ്കൈറ്റിസ് എന്നൊക്കെ കേട്ടിട്ടില്ലേ? ബ്രോങ്കൈറ്റിസ് നമ്മുടെ ഈ ശ്വാസനാളത്തിനൊക്കെ വരുന്ന ഒരു, അവിടെ കഫം കെട്ടി നിന്ന് ശ്വാസം മുട്ടൽ അനുഭവപ്പെടുന്ന ഒരു അവസ്ഥയാണ് അല്ലെ, ബ്രോങ്കൈറ്റിസ്. വിൻഡ് പൈപ്പ്, വിൻഡ് പൈപ്പ് എന്ന് വെച്ചാൽ നമ്മുടെ ശ്വസനനാളമാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഓക്കെ, ബ്രോങ്ക്, വിൻഡ് പൈപ്പ് കേട്ടോ. ബക്ക്, ബക്ക് എന്ന് പറഞ്ഞ ചീക്ക് എന്നുള്ള അർത്ഥമാണ് കേട്ടോ, കവിൾ, കവിളല്ലേ, ചീക്ക്, ബക്ക് കേട്ടോ, ചീക്ക്. അടുത്തത് ബർസ. ബർസ എന്ന് വെച്ചാൽ പൗച്ച് ഓർ സാക്ക് കേട്ടോ, പൗച്ച് ഓർ സാക്ക്. ദാറ്റ് മീൻസ് ഒരു സ്മോൾ ഫ്ലൂയിഡ് ഫീൽഡ് വിത്ത് എന്താ പറയാ, ഫ്ലൂയിഡ് ഫീൽഡ് സാക്ക് ആണ് കേട്ടോ. ആ സാക്കിനകത്ത് എന്തെങ്കിലും ഫ്ലൂയിഡ്സ് ഒക്കെ ഉണ്ടായിരിക്കും, നിറഞ്ഞിരിക്കുന്ന ഒരു സഞ്ചി എന്നൊക്കെയുള്ള ഒരു പൗച്ച് എന്നൊക്കെയുള്ള മീനിങ് ആണ് കേട്ടോ ബർസ. അടുത്തതാണ് കാലസ്. കാലസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മീനിങ് ഹാർഡ്, അതുപോലെ തിക്ക് സ്കിൻ, കട്ടിയായിട്ടുള്ള സ്കിൻ. ആൾസോ എ മെഷ്വർക്ക് ഓഫ് കണക്റ്റീവ് ടിഷ്യൂ ദാറ്റ് ഫോംസ്. നമ്മുടെ കയ്യിൽ തയ്യമ്പൊക്കെ ഇല്ലേ, തയ്യമ്പ്, നമ്മളിപ്പോ എന്തെങ്കിലും കാര്യങ്ങൾ സ്ഥിരമായിട്ടൊക്കെ പിടിക്കുകയാണെങ്കിൽ നിങ്ങൾ തൊട്ട് നോക്കിയാൽ അറിയാൻ പറ്റും, നമ്മുടെ ആ കൈയുടെ ആ ഭാഗത്ത് ഇങ്ങനെ ഒരു തയ്യമ്പ് പോലെ ഹാർഡ് ആയിട്ടുള്ള സ്കിൻ ആയിരിക്കും, അവിടെ തിക്കായിട്ടുള്ള സ്കിൻ ആയിരിക്കും അല്ലെ, ശരിയല്ലേ? അതാണ് കേട്ടോ കാലസ്. കാലസ് എന്ന് വെച്ചാൽ ഹാർഡ് തിക്ക് സ്കിന്ന്, ആൾസോ എ മെഷ്വർക്ക് ഓഫ് കണക്റ്റീവ് ടിഷ്യൂ ദാറ്റ് ഫോംസ്. ഓക്കെ, കാർസിൻ. കാർസിൻ നമ്മൾ കേട്ടിട്ടുണ്ട്, കാർസിനോജനിക് അല്ലെ, ലാബ് പഠിച്ചപ്പോ നമ്മൾ പറഞ്ഞില്ലേ കാർസിനോജനിക്. എന്താണ് കാർസിൻ? ക്യാൻസർ ആണ് അല്ലെ, ക്യാൻസർ ആണ്. അടുത്തതാണ് കരോട്ടിഡ്. എന്താണ് കരോട്ടിഡ് കേട്ടോ. കരോട്ടിഡ് എന്താന്ന് വെച്ചാൽ ഗ്രേറ്റ് ആർട്ടറീസ് ഓഫ് ദ നെക്ക്. ഓക്കെ, കറക്റ്റ് ആണ് സുഹൈന. കാർസിൻ എന്ന് പറഞ്ഞാൽ ക്യാൻസർ ആണ് കേട്ടോ. കരോട്ടിഡ് എന്ന് പറഞ്ഞാൽ ഗ്രേറ്റ് ആർട്ടറീസ് ഓഫ് ദ നെക്ക് ആണ് കേട്ടോ. ഗ്രേറ്റ് ആർട്ടറി നമ്മുടെ ഈ നെക്കിന്റെ ഭാഗത്തുള്ള പ്രധാനപ്പെട്ട, അതായത് നമ്മുടെ ഹാർട്ടിൽ നിന്ന് പോകുന്ന ആർട്ടറിയുടെ മെയിൻ ഭാഗങ്ങളാണ് കേട്ടോ നെക്കിന്റെ ഭാഗത്ത് കാണുന്നതാണ്. അതിനെയാണ് കരോട്ടിഡ് എന്ന് പറയുന്നത് കേട്ടോ, കരോട്ടിഡ്. അടുത്തത് കാർപ്പസ്. കാർപ്പസ് ബ്രസ്റ്റ് ആണ്. കാർപ്പൽ ടണൽ സിൻഡ്രം എന്നൊക്കെ പറയും കേട്ടോ, കാർപ്പൽ ടണൽ സിൻഡ്രം. ബ്രസ്റ്റ് ആണ് കേട്ടോ, നമ്മുടെ കൈത്തണ്ടയുണ്ടല്ലോ ബ്രസ്റ്റ് കേട്ടോ, കാർപ്പൽ, കാർപ്പസ് ബ്രസ്റ്റ് ആണ് ഉദ്ദേശിക്കുന്നത്. അതന്നെ കൈത്തണ്ട. സെന്റ്, സെന്റ്, സെന്റ് എന്നൊക്കെ പറയുമ്പോൾ നമ്മള് സെന്റ്, എത്ര സെന്റ്, പെർസെന്റേജ്, അതിനകത്ത് പെർസെന്റ് എന്നൊക്കെ പറയുമ്പോൾ 100-ലല്ലേ നമ്മൾ പറയുന്നത്. അത് തന്നെ ഫ്രാക്ഷൻ ഇൻ ദ മെട്രിക് സിസ്റ്റം, 100th or 100 കേട്ടോ, 100th or 100. സെന്റി, സെന്റി എന്ന് പറയുമ്പോൾ എന്താണെന്നറിയോ, സെന്റി ഇവിടെ ടു പങ്ക്ച്വർ. ഓക്കെ, ടു പങ്ക്ച്വർ എ ബോഡി ക്യാവിറ്റി കേട്ടോ. അതായത് നമ്മളിങ്ങനെ കുത്തുക, പങ്ക്ചർ ചെയ്യാന്ന് വെച്ചാൽ ഞാൻ അക്യുപങ്ക്ചർ എന്നൊക്കെ കേട്ടിട്ടുണ്ട്, കുത്തുന്നതിനെയാണ് കേട്ടോ സെന്റി. ഓക്കെ, ടു പങ്ക്ചർ ഈ ബോഡി ക്യാവിറ്റി കേട്ടോ. നമ്മളൊരു ബോഡി ഇങ്ങനെ പങ്ക്ചർ ചെയ്യാണ്, കുത്തുന്നതിനെയാണ് പറഞ്ഞത് സെന്റി കേട്ടോ.
അമിനോസെൻസസ്. ഓക്കെ ഫാത്തിമ. അടുത്തതാണ് സീലി. സീലി എന്താണ്? ഐലിഡ് ആണ് കേട്ടോ. ഐലിഡ് നമ്മുടെ കണ്ണിലുള്ള ഒരു പേശികളുണ്ട്, സീലിയറി പേശികൾ എന്നാണ് പറയാം. സീലിയറി പേശികൾ കേട്ടോ. നമ്മുടെ ഈ കണ്ണിന്റെയും മസിൽസും അതിനെയൊക്കെ കോൺട്രാക്ട് ചെയ്യാനും ചുരുങ്ങാനും വികസിക്കാനും ഒക്കെ സഹായിക്കുന്ന ഒരു പേശികളുണ്ട്, സീലിയറി പേശികൾ എന്നാണ് പറയുന്നത്. സീലി എന്ന് പറയുമ്പോൾ ഐലിഡ്. ഒരു മിനിറ്റ്. അപ്പൊ സീലി മനസ്സിലായല്ലോ, ഐലിഡ് ആണ് ഉദ്ദേശിക്കുന്നത്. അടുത്തത് ക്ലെയ്ഡ് കേട്ടോ. ക്ലെയ്ഡ് സീലിയറി ബോഡി, അതെ സീലിയറി പേശികളുണ്ട് കേട്ടോ. പിന്നെ വരുന്നത് ക്ലെയ്ഡ് ആണ്. ക്ലെയ്ഡ് എന്ന് പറഞ്ഞാൽ ക്ലാവിക്കിൾ ആണ് കേട്ടോ. ക്ലാവിക്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ഈ എന്താ പറയാ, ഈ തുടയലിന്റെ ഒക്കെ ഒരു ഭാഗങ്ങളാണ് കേട്ടോ ക്ലാവിക്കിൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ക്ലെയ്ഡിന്റെ കൂടെ സാധാരണ കൂട്ടിച്ചേർക്കുന്ന ഒരു വവ്വലാണ് ഓ. ഇവിടെ ശരിക്കും ബ്രാക്കറ്റ് അല്ല, ഒരു എന്താ പറയാ, ഒരു സ്ലാഷ് ആണ് കേട്ടോ വരേണ്ടത്. സെല്ലുലോയിഡ് അതല്ല കേട്ടോ, സെല്ലുലോയിഡ് ഒന്നുമല്ല, ക്ലെയ്ഡ് ക്ലാവിക്കിൾ ആണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അടുത്തത് ക്യൂബിറ്റസ് എന്ന് പറയുമ്പോൾ എൽബോ ആണ് കേട്ടോ, കൈമുട്ടാണ് ക്യൂബിറ്റസ്, എൽബോ കേട്ടോ. അടുത്തതാണ് സൈക്കിൾ എന്ന് പറയുമ്പോൾ സർക്കിൾ ഓർ സൈക്കിൾ കേട്ടോ, സർക്കിൾ ഓർ സൈക്കിൾ എന്നാണ്, സൈക്കിൾ. ഓക്കെ. ഡിജിറ്റ് എന്ന് പറയുമ്പോൾ ഫിംഗർ ഓർ ടോയ് ആണ് കേട്ടോ. ഫിംഗർ വിരല്, പ്രത്യേകിച്ച് തള്ള വിരല് കേട്ടോ, അതാണ് ഡിജിറ്റ്. ഓക്കെ. ഡിജിറ്റ് എന്ന് പറയുന്ന റൂട്ട് വേർഡ് മീൻ ചെയ്യുന്നത്, ഇത് മെഡിക്കൽ ടേംസുകളാണ് കേട്ടോ, അല്ലാണ്ട് മറ്റേ ഡിജിറ്റ് അല്ല, അക്കം എന്നുള്ള ഡിജിറ്റ് അല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഇവിടെ ഫിംഗർ ഓർ ടോങ് ആണ് കേട്ടോ, ഫിംഗർ വിരല് അല്ലെങ്കിൽ തള്ള വിരലൊക്കെയാണ് ഉദ്ദേശിക്കുന്നത്. അടുത്തത് എഡി, EDE കേട്ടോ, EDE. എഡി എന്ന് പറഞ്ഞാല് സ്വെല്ലിംഗ് ആണ്, എഡിമ, അതെ സ്വെല്ലിംഗ് ആണ് കേട്ടോ, സ്വെല്ലിംഗ്, വീക്കം, നിർമ്മത എന്നൊക്കെ പറയില്ലേ. അടുത്തതാണ് എസ്തേഷ്യോ. അപ്പോ എസ്തേഷ്യോ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഒരു വാക്ക് ഓർത്താതെ, അനസ്തേഷ്യ നമ്മൾ പറഞ്ഞ അനസ്തേഷ്യ, എസ്തേഷ്യ അല്ലെ, എസ്തേഷ്യോ എന്നൊക്കെ പറയുന്നത് എന്താണ്? റിലേറ്റിംഗ് ടു സെൻസേഷൻ ഓഫ് പെർസെപ്ഷൻ അല്ലെ, സെൻസേഷനുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അനസ്തേഷ്യ കൊടുക്കുന്നത് എന്താണ്? നമ്മുടെ അവിടുത്തെ സെൻസേഷനെ നമ്മൾ എന്ത് ചെയ്യാണ്, കുറച്ച് സമയത്തേക്ക് ബ്ലോക്ക് ചെയ്യാണ് അല്ലെ, ആ ഒരു ഇത്. അപ്പൊ റിലേറ്റിംഗ് ടു സെൻസേഷൻ ഓഫ് പെർസെപ്ഷൻ, സെൻസേഷനും സ്പർശനവും സെൻസ് ചെയ്യാം അല്ലെ, അതുപോലെ പെർസെപ്ഷൻ ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട ഒരു ഇതാണ്. അനസ്തേഷ്യ എന്ന് ഓർത്താൽ മതി കേട്ടോ, എസ്തേഷ്യ. ഓക്കെ. അടുത്തത് ഫെബർ. ഓക്കെ. FEBR ഫീവർ ആണ് കേട്ടോ, അത് ചോദിച്ചിട്ടുണ്ട്. 27 നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട്, അതൊന്ന് പ്രത്യേകം നോട്ട് ചെയ്യാം. ഫീവർ എന്ന മീനിങ് വരുന്ന റൂട്ട് വേർഡ് ഏതാണെന്ന് ചോദിക്കാം. താഴെ തന്നിരിക്കുന്നവയില് ഫീവർ എന്ന മീനിങ് വരുന്ന റൂട്ട് വേർഡ് ഏതാണ്? FEBR ആണ് കേട്ടോ, ഫെബർ. ഓക്കെ. ഫീവർ ആണ്, ഫീവർ. ഓക്കെ. ഫ്ലെക്സിബിൾ എന്നൊക്കെ ഒന്ന് ഓർത്താൽ മതി. ഫ്ലെക്സിബിൾ ആണ്, ബെൻഡ് ഒക്കെ ചെയ്യാൻ നമുക്ക്, സ്ട്രെയിറ്റ് ആയിട്ട് നിൽക്കുന്ന ഫ്ലെക്സിബിൾ ആണ്. ഓക്കെ, ബെൻഡ് കേട്ടോ. ഫോറമൻ എന്താണ്? ഫോറാമൻ എന്ന് പറഞ്ഞാൽ ഓപ്പണിംഗ് ആണ് കേട്ടോ, ഓപ്പണിംഗ്. സെയിം തന്നെയാണ് അടുത്തതും വരുന്നത്. ഇതെല്ലാം റിപ്പീറ്റ് ആണ് കേട്ടോ. ഫ്ലെക്സ്, ബെൻഡ് വീണ്ടും റിപ്പീറ്റ് ചെയ്യാണ്. ഫോറാമൻ ഓപ്പണിംഗ് കേട്ടോ, ഫോറാമൻ ഓപ്പണിംഗ്. അപ്പൊ ഇതിനകത്ത് മാർക്ക് ചെയ്തത് 11, 15, 17, 19, 23, 27 കേട്ടോ, 27. ഓക്കെ. അടുത്ത പേജിലോട്ട് പോവാം കേട്ടോ, നെക്സ്റ്റ് പേജിലോട്ട് പോവാൻ നമുക്ക്. നെക്സ്റ്റ് പേജില് നമുക്ക് 30 തൊട്ട് 52 വരെയാണ് കേട്ടോ, 52 വരെയാണ്. ഓക്കെ. അപ്പൊ അവിടെ ഉള്ളതൊന്ന് മാർക്ക് ചെയ്തോളൂ. 32 മാർക്ക് ചെയ്യാം കേട്ടോ, 32 മാർക്ക് ചെയ്യാം. 34 34 കേട്ടോ, 34, 44, 46, 47, 52. ഓക്കെ, ഒന്നുകൂടെ പറയാം. 32, 34, 44, 46, 47, 52. ഓക്കെ, വായിക്കാം നമുക്ക്. ആദ്യത്തെ ഫ്രാക്ചർ നോർത്താൽ മതി. ബ്രേക്ക്, പൊട്ടിപ്പോവാ നമ്മൾ പറയില്ലേ, ഫ്രാക്ചർ ആയി എന്നൊക്കെ പറയുന്ന അവിടെ പൊട്ടിപ്പോവാണ് അല്ലെ, ബ്രേക്ക് ആവാണ്. അടുത്തത് ജസ്റ്റ്
ജസ്റ്റ് എന്ന് പറഞ്ഞാൽ ക്യാരി, പ്രൊഡ്യൂസ്, കൺജഷൻ എന്നുള്ള അർത്ഥമാണ് കേട്ടോ. ജസ്റ്റേറ്റ് എന്നൊക്കെ പറഞ്ഞാല് ശരിക്കും ഈ ഗർഭധാരണം ഒക്കെ ഉണ്ടല്ലോ, ആ ഒരു ഇതിനെയാണ് പറയുക കേട്ടോ. ജസ്റ്റ് എന്ന് പറയുമ്പോൾ ക്യാരിയിങ് പീരീഡ്, ക്യാരി, പ്രൊഡ്യൂസ്, ഇത് പ്രത്യേകിച്ച് ഗർഭധാരണമായിട്ടൊക്കെ ബന്ധപ്പെട്ട് വരുന്ന വാക്കാണ് കേട്ടോ. ജസ്റ്റേറ്റ് എന്നൊക്കെ പറയുമ്പോഴേ ക്യാരി, അതുപോലെ തന്നെ പ്രൊഡ്യൂസ്, അത് തന്നെ ജസ്റ്റേഷണൽ പീരീഡ്, സുൽഫത്ത്, അത് തന്നെ നമ്മുടെ ആ ഒരു ഗർഭധാരണ പീരീഡ്, ക്യാരിയിങ് പീരീഡ് ആണ് അല്ലെ. ക്യാരി, പ്രൊഡ്യൂസ്, കൺജഷൻ എന്നൊക്കെയുള്ള അർത്ഥമാണ്. അടുത്തതാണ് ഗ്നോ, GNO, ഗ്നോ, ഗ്രോ, നോ എന്നുള്ള അർത്ഥമാണ്. KNOW, നോ, അറിയാം കേട്ടോ. നോ എന്നുള്ള അർത്ഥമാണ് കേട്ടോ. ഗ്രാമും ഗ്രാഫും കഴിഞ്ഞതിൽ നമ്മൾ പറഞ്ഞിരുന്നു. ഗ്രാം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് സംതിങ് റിട്ടേൺ ഓർ റെക്കോർഡഡ്. ഓക്കെ, ഗ്രാഫ് എന്ന് പറഞ്ഞാല് റൈറ്റ്, റെക്കോർഡ്. ഓക്കെ, ഗ്രാം എന്താണ്? ഇലക്ട്രോ കാർഡിയോഗ്രാം, ഇലക്ട്രോ എൻസെഫലോഗ്രാം അല്ലെ. സംതിങ് റിട്ടേൺ ഓർ റെക്കോർഡ് ചെയ്തിട്ടുള്ളത്. ഗ്രാഫ്, ECG, ഇലക്ട്രോ കാർഡിയോഗ്രാഫ്, ഇലക്ട്രോ കാർഡിയോ എൻസെഫലോഗ്രാഫ് അല്ലെ. റൈറ്റ് അഥവാ റെക്കോർഡ് ആണല്ലോ ശരിക്കും. ഓക്കെ, അടുത്തതാണ് ഹ്യൂമറസ്. ഹ്യൂമറസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ദ ബോൺ ഇൻ ദ അപ്പർ ആം, ദ ബോൺ ഇൻ ദ അപ്പർ ആം കേട്ടോ. എന്താണ്? സെയിം ആണോ എന്ന്? സെയിം അല്ല, വ്യത്യാസം ഉണ്ട് കേട്ടോ. ശരിക്കും ഞാൻ ഇന്നലെ പറഞ്ഞിരുന്നു, ഗ്രാമും ഗ്രാഫും തമ്മിൽ ശരിക്കും വ്യത്യാസമുണ്ട്. ഗ്രാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ഉദ്ദേശിക്കുന്നത് ആ ഒരു എന്താ നമുക്ക് കിട്ടുന്ന ആ റെക്കോർഡിനെയാണ് നമ്മൾ ഗ്രാം എന്ന് പറയുന്നത്. ഗ്രാഫ് എന്ന് പറയുന്നത് ശരിക്കും ആ ഒരു ഉപകരണമാണ്. ഇലക്ട്രോ കാർഡിയോ, നമുക്ക് മാറിപ്പോകും അങ്ങോട്ട്. ഗ്രാഫ് എന്ന് കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കാൻ കിട്ടുന്ന രേഖയല്ല, ശരിക്കും ആ ഡിവൈസിനെയാണ് ഗ്രാഫ് എന്ന് പറയുന്നത്. അതിൽ നിന്ന് കിട്ടുന്ന രേഖേനെയാണ് നമ്മൾ ശരിക്കും ഗ്രാം എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, പക്ഷെ രണ്ടും നോക്കുമ്പോൾ റൈറ്റ് ഓർ റെക്കോർഡാണ്, രണ്ടും റെക്കോർഡ് ചെയ്യുന്നതാണ് അല്ലെ. രണ്ടും ഒരു റെക്കോർഡാണ് അവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. അത് ഗ്രാഫ് ശരിക്കും ഇൻസ്ട്രുമെന്റ് ആണ്. ഗ്രാം അതിൽ നിന്ന് കിട്ടുന്ന രേഖ ഉണ്ടല്ലോ, അതാണ് ഗ്രാം ശരിക്കും. അടുത്തതാണ് ഹ്യൂമറസ്. ഹ്യൂമറസ് എന്ന് പറഞ്ഞാൽ ദ ബോൺ ഇൻ ദ അപ്പർ ആം ആണ് കേട്ടോ. ദ ബോൺ ഇൻ ദ അപ്പർ ആം, അതായത് നമ്മുടെ മുകളിലത്തെ ആം ഉണ്ടല്ലോ, അപ്പർ ആമിന്റെ ഉള്ള ബോണാണ് ഹ്യൂമറസ് എന്ന് പറയുന്നത് കേട്ടോ. അടുത്തത് IDI. ഓക്കെ, IDI ഡിഫറെന്റ്, അതുപോലെ തന്നെ ഡിസ്റ്റിങ്ക്റ്റ്, വ്യത്യാസമുള്ളത് എന്നൊക്കെയുള്ള അർത്ഥമാണ് IDI. അടുത്തത് അയഡോ. അയഡോ എന്ന് പറയുമ്പോൾ അയഡിൻ ആണ് കേട്ടോ. അയഡിൻ. ഓക്കെ, ഇവിടെ സ്ലാഷ് ആണ് വരുന്നത് കേട്ടോ. അയഡിൻ. ഓക്കെ, അടുത്തത് ലാക്റ്റ് ഓർക്കാൻ എളുപ്പമുണ്ട്. ലാക്ടജൻ എന്നൊക്കെ ഓർത്താൽ മതി കേട്ടോ. മിൽക്കാണ്. നമ്മൾ കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ലാക്ടജൻ ഒക്കെ കലക്കി കൊടുക്കാറുണ്ട് അല്ലെ, മിൽക്കിന് പകരമായിട്ട്. അപ്പൊ ലാക്ടോസ്, ലാക്ടജൻ എന്നൊക്കെ പറയുമ്പോൾ മിൽക്കാണ് കേട്ടോ. അടുത്തത് ലിങ്കോ അല്ലെ. ലിംഗ്വസ്റ്റിക്, സബ്ലിംഗ്വൽ എന്നൊക്കെ പറയുമ്പോൾ എന്താണ്? ടങ് ആണ്, ടങ് അല്ലെ. ലിംഗ്വസ്റ്റിക് അല്ലെങ്കിൽ സബ്ലിംഗ്വൽ എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ നാവ്, ടങ് ആണ് കേട്ടോ അവിടെ ഉദ്ദേശിക്കുന്നത്. മെഡിക്കൽ ടേം ആണ് ടങ് കേട്ടോ. ലിംഗ്വ എന്നാണ് പറയാ, ലിംഗ്വ, ടങ്. മെൻ എന്ന് പറയുമ്പോൾ മന്താണ് കേട്ടോ, മാസം. ഓക്കെ, മെൻ. ഓക്കെ, മന്ത് കേട്ടോ. മെൻസ്ട്രുവൽ അങ്ങനെയൊക്കെ നമ്മൾ പറയുമ്പോൾ മന്താണ്, ഒരു മാസത്തിൽ നടക്കുന്നതാണ്. അപ്പൊ മന്ത് അങ്ങനെ കണക്ട് ചെയ്യാം കേട്ടോ. മെൻ, മന്ത്. അടുത്തത് ഒക്യുൾ എന്ന് പറഞ്ഞാൽ ഐ ആണ് കേട്ടോ. ഐ, കണ്ണാണ്. കണ്ണിന് ഉപയോഗിക്കുന്ന റൂട്ട് വേർഡ് ആണ് ഒക്യുൾ. ഓക്കെ, അടുത്തത് ഓവ്യൂൾ എന്നൊക്കെ ഓർത്താൽ മതി. ഓവ്യൂളേഷൻ പീരീഡ്, എഗ് കേട്ടോ. ആരെപ്പോരുതേ ഒക്യുൾ ഐ ആണ്. ഓവി എന്ന് പറയുമ്പോൾ ഒവ്യൂൾ എന്നൊക്കെ ഓർത്താൽ മതി. ഒവ്യൂൾ എഗ് ആണ്. ഓക്കെ, എഗ് ആണ് കേട്ടോ. അടുത്തതാണ് പാൽപേറ്റ്. പാൽപേറ്റ് മീൻസ് ടു ഇൻസ്പെക്ട് ബൈ ടച്ച്. നമ്മൾ എങ്ങനെ ടച്ചിലൂടെ പരിശോധിക്കുകയാണ് അല്ലെ, അതാണ് പാൽപേറ്റ് എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് നമ്മൾ ഈ ന്യൂറോ സംബന്ധമായിട്ടുള്ള ഇഷ്യൂസ് ഒക്കെ വരുമ്പോൾ ഡോക്ടേഴ്സ് നമ്മളിങ്ങനെ ടച്ച് ചെയ്യും മറ്റൊക്കെ നമ്മൾ ഇൻസ്പെക്ട് ചെയ്യും അല്ലെ. പാൽപേറ്റ് കേട്ടോ, ടു ഇൻസ്പെക്ട് ബൈ ടച്ച്. നമ്മൾ ഈ പറയുന്നത് പറയുന്നൊക്കെ മെഡിക്കൽ ടേംസുകളാണ്, മെഡിക്കൽ പ്രൊഫഷണൽസുകൾ ഉപയോഗിക്കുന്നതാണ് കേട്ടോ. ഓക്കെ, പാൽപേറ്റ്, ടു ഇൻസ്പെക്ട് ബൈ ടച്ച്. പെഡ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ഓർക്കുക ചൈൽഡ് ഓർ ഫുട്ട്. ഓക്കെ, പീഡിയാട്രിക്സ് എന്നൊക്കെ ഒന്ന് കണക്ട് ചെയ്യാം. അപ്പൊ ചൈൽഡ് ഓർ ഫുട്ട് കേട്ടോ, ചൈൽഡ് ഓർ ഫുട്ട്. അടുത്തതാണ് പെർക്കസ്. പെർക്കസ് മീൻസ് ടു ഇൻസ്പെക്ട് ബൈ സ്ട്രൈക്കിംഗ്. ടു ഇൻസ്പെക്ട് ബൈ ടച്ച് ആണെങ്കിൽ പാൽപേറ്റ് കേട്ടോ. ടച്ചിലൂടെ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ അത് പാൽപേറ്റ്. ടു ഇൻസ്പെക്ട് ബൈ സ്ട്രൈക്കിംഗ്, നമ്മളിങ്ങനെ അടിച്ചിട്ട് ഇങ്ങനെ തട്ടി നോക്കിയിട്ടൊക്കെ നമ്മൾ ഇൻസ്പെക്ട് ചെയ്യേ, അതാണ് പെർക്കസ് കേട്ടോ. പെർക്കസ്. ഓക്കെ, ഫോർട്ട് എന്ന് പറയുമ്പോൾ ലൈറ്റ്. ഫോട്ടോസിന്തസിസ് നമ്മൾ പഠിച്ചിട്ടില്ലേ? ഫോട്ടോ കേട്ടോ. ഫോട്ടോസിന്തസിസ്, ഫോട്ടോലിസിസ്, ഫോട്ടോ എന്നൊക്കെ പറയുമ്പോൾ ലൈറ്റ് ആണ്. ഫോട്ടോ എന്നൊക്കെ പറയുമ്പോൾ ലൈറ്റ് ആണ് കേട്ടോ ഉദ്ദേശിക്കുന്നത്.
പ്ലൂർ എന്ന് പറഞ്ഞ റിബ് അഥവാ സൈഡ്, റിബ് ഓർ സൈഡ്. പ്ലൂറ എന്ന് കേട്ടിട്ടുണ്ടോ? പ്ലൂറ എന്ന് കേട്ടിട്ടുണ്ടോ? അതായത് നമ്മുടെ ശ്വാസകോശത്തിനെ കവർ ചെയ്യുന്ന അത് തന്നെ പ്ലൂറ. ശ്വാസകോശത്തിന്റെ കവർ ചെയ്യുന്ന ഒരു മെംബ്രെയിൻ ആണ് കേട്ടോ. പ്ലൂറസി, പ്ലൂറ എന്നൊക്കെ പറയുമ്പോൾ റിബ്, നമ്മുടെ ശ്വാസകോശത്തിന് ആ റിബ് സൈഡ് ആണ് കേട്ടോ ഉദ്ദേശിക്കുന്നത്. സൈഡ്. ടോ എന്ന് പറഞ്ഞാൽ ഫൂട്ടാണ് കേട്ടോ. അപ്പൊ പെഡ് എന്ന് പറഞ്ഞാൽ ഫൂട്ടാണ്, ടോ എന്ന് പറഞ്ഞാലും ഫൂട്ടാണ് കേട്ടോ. ടോ. ഓക്കെ, അടുത്തത് ട്യാൽ. ഓക്കെ, ട്യാൽ എന്ന് പറഞ്ഞാൽ സലൈവയാണ്, ഉമിനീരാണ് കേട്ടോ. ട്യാൽ എന്ന് പറഞ്ഞാല് സലൈവയാണ്. ടയാലിൻ ഒക്കെ കേട്ടിട്ടുണ്ടോ? ടയാലിൻ നമ്മുടെ ഉമിനീരിൽ അടങ്ങിയിരിക്കുന്ന ഒരു കോണം തന്നെയാണ്. പി അവിടെ ഇതാവില്ല, ടയാലിൻ എന്നൊക്കെ കേട്ടിട്ടില്ലേ? ആ സംഭവം കേട്ടോ. ടയാലിൻ സലൈവ നമ്മുടെ ഉമിനീരിൽ അടങ്ങിയിരിക്കുന്ന ഒരു ഇതാണ് കേട്ടോ. ടയാൽ സലൈവയാണ്, ഉമിനീരാണ്. അടുത്തതാണ് P/R അല്ലെ? P/R ഫയർ എന്ന് പറയുമ്പോൾ ഫയർ ആണ് കേട്ടോ. ഫയർ ആണ് ഉദ്ദേശിക്കുന്നത്. അടുത്തതാണ് റേഡിയസ്. അള്ള എന്നൊക്കെ പറഞ്ഞാല് the forearm bone on the thumb side also aligns from the center of a circle or sphere to the edge കേട്ടോ. The forearm bone on the thumb side, നമ്മുടെ ഈ കൈയുടെ, പ്രത്യേകിച്ച് റേഡിയസ് എന്നൊക്കെ പറഞ്ഞ നമ്മുടെ കൈയുടെ ഭാഗത്തുള്ള ബോൺസ് ആണ് കേട്ടോ. ഫോറാം ബോൺ ആണ്. also aligns from the center of a circle or sphere to the edge. അങ്ങനെ അർത്ഥമുണ്ട് റേഡിയസിന്. നമ്മൾ പറയുന്ന മെഡിക്കൽ ടേം റേഡിയസ് എന്ന് വെച്ചാൽ ഫോറാം ബോൺ ആണ് കേട്ടോ. നമ്മുടെ സൈഡിന്റെ ഈ ഭാഗത്തുള്ള ഫോറാം ബോണിനെയാണ് നമ്മൾ റേഡിയസ് എന്ന് പറയുന്നത്. പിന്നെ റേഡിയസ് നമുക്കറിയാവുന്നത് ഏതാ? റേഡിയസ് ആരം നമ്മൾ പറയുന്നത് മാത്സിനകത്ത് ഒരു റേഡിയസ് ഇല്ലേ? അതാണ് രണ്ടാമത് എഴുതിയിരിക്കുന്നത്. ആൾസോ ലൈൻ ഫ്രം ദ സെന്റർ ഓഫ് എ സർക്കിൾ ഓർ സ്ഫിയർ ടു ദ എഡ്ജ് അല്ലെ? ആ ഒരു സെന്ററിന്റെ സർക്കിളിന് നമ്മൾ ഇവിടേക്ക് വരയ്ക്കുന്ന റേഡിയസ് ആരം, അങ്ങനെയും പറയാം അല്ലെ? ഇവിടെ റേഡിയസ് എന്ന് ഉദ്ദേശിക്കുന്നത് കൈത്തണ്ട, നമ്മുടെ കൈത്തണ്ടയില് ഫോറാം. ഓക്കെ, നമ്മുടെ കൈയുടെ ഭാഗത്തുള്ള ആമാണ് കേട്ടോ. ആമല്ല, ബോണാണ് കേട്ടോ ഫോറാം, റേഡിയസ്. അടുത്തതാണ്, അപ്പൊ അതിൽ മാർക്ക് ചെയ്യേണ്ട നമ്പേഴ്സ് 32, 34, 44, 46, 47, 52 കേട്ടോ. ഓക്കെ, അടുത്ത പേജിലോട്ട് പോവാം. നാൽപ്പത്തിനാല് പെഡ് ആണ് കേട്ടോ. പെഡ് എന്ന് പറഞ്ഞ റൂട്ട് വേർഡ് മീൻ ചെയ്യുന്നത് ചൈൽഡ് അല്ലെങ്കിൽ ഫൂട്ട് എന്നുള്ള അർത്ഥമാണ് കേട്ടോ. പാദം, അതുപോലെ കുട്ടി, ചൈൽഡ് എന്നുള്ള മീനിങ് ആണ് കേട്ടോ വരുന്നത്. പെഡ്, പീഡിയാട്രിക്സ് എന്ന് ഓർത്താൽ നമുക്ക് ചൈൽഡിനെ ഓർക്കാൻ പറ്റും കേട്ടോ. പെഡ്. ഓക്കെ, ഫൂട്ട് എന്നുള്ള അർത്ഥമുണ്ട് കേട്ടോ. ഫൂട്ട്, ചൈൽഡ് ഓർ ഫൂട്ട്, രണ്ട് മീനിങ്ങും വരാം. ഓക്കെ, അടുത്തത് അത് തന്നെ പെഡസ്ട്രിയൻസ് അല്ലെ? നമ്മള് അത് തന്നെ നല്ല എക്സാമ്പിൾ പെഡസ്ട്രിയൻസ് അല്ലെ? നമ്മൾ ഈ കാൽനടയായിട്ട് പോകുന്ന സ്ഥലങ്ങൾ അല്ലെ പെഡസ്ട്രിയൻ എന്നല്ലേ ഞാൻ പറയും. ഇപ്പൊ ഫൂട്ടായിട്ട് നമുക്കൊന്ന് കണക്ട് ചെയ്യാം. കാൽനട, ഫൂട്ട്, അങ്ങനെയൊന്ന് കണക്ട് ചെയ്യാം കേട്ടോ. അടുത്തതാണ്, അടുത്ത പേജിലോട്ട് പോവാണ്. അടുത്ത പേജില് 53 തൊട്ട് 68 വരെയാണ് ഉള്ളത്. അതിനകത്ത് മാർക്ക് ചെയ്യേണ്ട നമ്പേഴ്സ് ഇതൊക്കെയാണ്. 55 കേട്ടോ, മാർക്ക് ചെയ്തോളെ. 55 കേട്ടോ. അയ്യോ, 55ന് മുമ്പ് 55 ഇല്ല കേട്ടോ, സോറി. 53 മാർക്ക് ചെയ്യാം കേട്ടോ. 53, 54, 57, 61, 67, 68. ഒന്നുകൂടെ പറയാണ് കേട്ടോ. 53, 54, 57, 61, 67, 68. ഓക്കെ, മാർക്ക് ചെയ്തോ? വായിക്കാം നമുക്ക്. ആദ്യത്തെ ഏതാണ്? 53 നമ്മൾ മാർക്ക് ചെയ്തതാണ് കേട്ടോ. 53ഉം 54ഉം. റൺ എന്ന് പറയുമ്പോൾ ഓർത്താൽ മതി റീനൽ കിഡ്നി കേട്ടോ. കിഡ്നി, റീനൽ ഫെയിലിയർ എന്നല്ലേ നമ്മൾ പഠിച്ചത്? നമ്മൾ ഡയാലിസിസ് പഠിച്ചതാണ്. റീനൽ ഫെയിലിയർ അല്ലെ? റീനൽ ഡയറ്റ് എന്നൊക്കെ പറയുമ്പോൾ കിഡ്നി ഡയറ്റ് ആണ് ഉദ്ദേശിക്കുന്നത്. പറയാം കേട്ടോ, കിഡ്നിയാണ്. റെറ്റിന നമുക്കറിയാലോ എന്താണ്? ഇന്നർ നെർവ് ദാറ്റ് കണ്ടെയ്ൻസ് ദ ലെയർ ഓഫ് ദ ഐ അല്ലെ? നമ്മുടെ കണ്ണിന്റെ ഉൾഭാഗമാണ് അല്ലെ? ഏറ്റവും ഉള്ളിലുള്ള ലെയർ ആണ് അല്ലെ റെറ്റിന അല്ലെ? നേത്രപടലം എന്നൊക്കെ നമുക്ക് പറയാം. ഇന്നർ നെർവ് ദാറ്റ് കണ്ടെയ്ൻസ് ലെയർ ഓഫ് ദ ഐ കേട്ടോ. ഇന്നർ നെർവ് ആണ്, അതായത് നമ്മൾക്ക് ഏറ്റവും കണ്ണിനകത്തുള്ള ഏറ്റവും ഉള്ളിലുള്ള ലെയർ ആണ് കേട്ടോ റെറ്റിന. അടുത്തതാണ് സാങ്കു. സാങ്കു എന്ന് പറഞ്ഞാൽ ബ്ലഡ് ആണ് കേട്ടോ. ബ്ലഡ്. ഓക്കെ, ബ്ലഡ് എന്നുള്ള മീനിങ് ആണ്. ഓക്കെ, ഇത് നമ്മൾ മാർക്ക് ചെയ്തിട്ട് ഇമ്പോർട്ടന്റ് അല്ല, ഞാനൊന്ന് അറിഞ്ഞിരിക്കുക കേട്ടോ. സാങ്കു ബ്ലഡ് ആണ്. അടുത്തതാണ് സെബം.
സെബം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ശരിക്കും നമ്മുടെ സ്കിൻ ഉണ്ടല്ലോ, സെബത്തിന്റെ മീനിങ് ഇതാണ്, എ ഫാറ്റി സെക്രീഷൻ ഓഫ് ദ സെബേഷ്യസ് ഗ്ലാൻസ്. സെബേഷ്യസ് ഗ്ലാൻസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്കിന്നിന്റെ തൊട്ടടിയിലുള്ള ഒരു ഗ്ലാൻസുകളാണ് കേട്ടോ. അതിൽ നിന്ന് ഈ പറയുന്ന ഒരു ഫാറ്റി ലൈക്ക്, ഒരു ഓയിലി ലൈക്ക് സെക്രീഷൻസ് ഉണ്ടാവുന്നുണ്ട് കേട്ടോ. അതാണ് നമ്മുടെ സ്കിന്നിനോട് ചേർന്ന് സ്കിന്നിന്റെ താഴെയായിട്ട് കാണപ്പെടുന്ന ഒരു പ്രത്യേക തരം ഗ്രന്ഥികളാണ് കേട്ടോ സെബേഷ്യസ് ഗ്ലാൻസ്. അതിൽ നിന്ന് പുറപ്പെടുന്ന ഒരു ഓയിൽ പോലത്തെ ഒരു ഫാക്ടി ആയിട്ടുള്ള സെക്രീഷൻസ് അതിൽ നിന്ന് പുറത്തു വരുന്നതാണ് സ്രവങ്ങൾ. ഓക്കെ, അതാണ് സെബം കേട്ടോ. സെബം എന്നാണ് പറയാ. സെബേഷ്യസ് ഗ്ലാൻസ് എന്ന് പറഞ്ഞാൽ ഇത്രയുള്ള നമ്മുടെ സ്കിന്നിന്റെ താഴെയായിട്ട് കാണപ്പെടുന്ന ചില ഗ്രന്ഥികളാണ് കേട്ടോ. സെക്ട് പിന്നെ നമുക്ക് ഓർക്കാം, സെക്ഷൻ ഒക്കെ ഓർത്താൽ മതി അല്ലെ. ഒരു സെക്ഷൻ, ഒരു കട്ട് എന്നുള്ള അർത്ഥമാണ് കേട്ടോ. സെക്ഷൻ അല്ലെ, സെക്ട് കട്ട് എന്നാണ്, കട്ട്. അടുത്തതാണ് സെപ്സിസ് അല്ലെ. സെപ്സിസ് എന്താണ് ഉദ്ദേശിക്കുന്നത്? സെപ്സിസ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. The presence of microorganisms or their toxins in the blood. Also, the toxic condition caused by such presences. സെപ്സിസ് ആവുന്ന വെച്ചാൽ ഇൻഫെക്ഷൻ തന്നെയാണ്, അതിന്റെ കൂടിയ ഒരു അവസ്ഥയാണ് സെപ്സിസ് അല്ലെ. അതായത് ആ ഒരു ഇൻഫെക്ഷൻ കൂടി നമ്മുടെ ബ്ലഡിനകത്തേക്ക് കലർന്ന ഒരു ടോക്സിക് ആവുന്ന സിറ്റുവേഷൻ, അതാണ് അല്ലെ ടോക്സിസിറ്റി. അതെന്നാ സെപ്സിസ് കേട്ടോ. സെപ്റ്റ് എന്ന് പറയുമ്പോൾ വാൾ അഥവാ ഡിവൈഡർ. ആൾസോ 7 എന്നുള്ള അർത്ഥമുണ്ട് കേട്ടോ. 7 സെപ്റ്റ് എന്ന് പറയുമ്പോൾ 7 എന്നുള്ള അർത്ഥമുണ്ട്. സെപ്റ്റം എന്നൊക്കെ പറഞ്ഞാൽ ശരിക്കും എന്താണ്? ഡിവൈഡ് ചെയ്യുന്ന ഭാഗമാണ് കേട്ടോ. സെപ്റ്റം ഓഫ് ദ നോസ് എന്നൊക്കെ നമുക്ക് പറയാം. സെപ്റ്റം ഓഫ് ദ നോസ് എന്ന് വെച്ചാൽ ആ നോസിന്റെ ഡിവൈഡർ ആണ് ഉദ്ദേശിക്കുന്നത്. ആ മൂക്കിന്റെ ഡിവൈഡർ 2 ഭാഗങ്ങളാക്കി മാറ്റുന്നുണ്ടല്ലോ ഡിവൈഡർ. അപ്പൊ സെപ്റ്റം എന്ന് വെച്ചാൽ വാൾ അല്ലെങ്കിൽ ഡിവൈഡർ. പിന്നെ 7 എന്നുള്ള മീനിങ് ഉണ്ട് കേട്ടോ. 7 എന്നുള്ള മീനിങ് ഉണ്ട്. സെറം എന്താണ്? സെറം നമുക്കറിയാലോ, the clear portion of the body fluids അല്ലെ, ഇൻക്ലൂഡിങ് ബ്ലഡിന്റെ ക്ലിയർ പോർഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സെറം എന്ന് പറയുന്നത്. ഓക്കെ, ദ ക്ലിയർ പോർഷൻ ഓഫ് ബോഡി ഫ്ലൂയിഡ്സ് ഇൻക്ലൂഡിങ് ബ്ലഡ്. അതെ, പ്രത്യേകിച്ച് ബ്ലഡിലെ ക്ലിയർ പോർഷനാണ് സെറം എന്ന് പറയുന്നത്. സൈനസ് എന്താണ്? ക്യാവിറ്റി, ചാനൽ ഓർ ഹോളോ സ്പേസ് കേട്ടോ. ക്യാവിറ്റി, ചാനൽ ഓർ ഹോളോ സ്പേസ്. സൈനസൈറ്റിസ് എന്ന് പറയില്ലേ, നമ്മുടെ ഈ ഒരു നെറ്റിയുടെ ഈ ഒരു മൂക്കിന്റെ ഭാഗത്തുള്ള ഒരു ഹോളോ സ്പേസ് പോലെയാണ്. അവിടെ ഉണ്ടാവുന്ന ആ ഒരു എന്താ പറയാ, കഫമൊക്കെ വന്ന് നിറയുമ്പോഴത്തെ ഒരു ബുദ്ധിമുട്ടാണ് നമുക്ക് സൈനസൈറ്റിസ്. സൈനസ് എന്നാണ് പറയാ. അതൊരു ഹോളോ സ്പേസ് ആണ് നമ്മൾ പ്രത്യേകിച്ച് ഈ ഒരു നെറ്റിയുടെ മൂക്കിന്റെ വരെയുള്ള ഭാഗങ്ങൾ കേട്ടോ. ക്യാവിറ്റി, ചാനൽ ഓർ ഹോളോ സ്പേസ് കേട്ടോ. അടുത്തതാണ് അത് തന്നെ എയർ ഫിൽഡ് സ്പേസസ് ഇൻ ദ സ്കൾ. അത് തന്നെ. അടുത്തതാണ് സോമ അല്ലെ. ഈ പറയുന്നത് കമ്പൈനിങ് ബമ്പലാണ് ബോഡി കേട്ടോ. ഇങ്ങനെ ഓർത്താൽ മതി. മറ്റൊരു ഹോർമോൺ ഉണ്ടല്ലോ, സൊമാറ്റോട്രോപ്പിൻ എന്ന് പറഞ്ഞിട്ടൊരു ഹോർമോൺ ഉണ്ട് അല്ലെ. സൊമാറ്റോ വളർച്ച ഹോർമോൺ ആണ്. അപ്പൊ വളർച്ച എന്നൊക്കെ പറയുമ്പോൾ ബോഡി ആയിട്ടൊന്ന് കണക്ട് ചെയ്യാം കേട്ടോ. സോം എ ആണ് സാധാരണ കമ്പൈൻ ചെയ്യുന്ന ബമ്പല്, ബോഡി കേട്ടോ, ബോഡി. അടുത്തതാണ് സ്പൈർ എന്ന് പറയുമ്പോൾ സ്പൈറൽ എന്നൊക്കെ ഓർത്താൽ മതി. കോയിൻ, സ്പൈറൽ ബൈൻഡിങ് എന്നൊക്കെ പറയുന്നത് ഒരു കോയില് പോലെ കണ്ടിട്ടില്ല, അങ്ങനെ ഓർത്താൽ മതി കേട്ടോ, കോയില്. അടുത്തതാണ് നെക്സ്റ്റ് വരുന്നതാണ് സ്റ്റാസിസ്. എന്താണ് സ്റ്റാസിസ്? സ്റ്റാസിസ് എന്ന് പറഞ്ഞാല് സ്ലോയിങ് ഓർ സ്റ്റോപ്പിംഗ് ഓഫ് ദ നോർമൽ ഫ്ലോ ഓഫ് എ ഫ്ലൂയിഡ് സച്ച് ആസ് ബ്ലഡ് ആണ് കേട്ടോ. സ്ലോയിങ് ഓർ സ്റ്റോപ്പിംഗ് ഓഫ് ദ നോർമൽ ഫ്ലോ ഓഫ് എ ഫ്ലൂയിഡ്. ഒരു ബ്ലഡ് പോലുള്ള ചില ഫ്ലൂയിഡ്സിനെ നമ്മൾ നോർമലി എന്തെങ്കിലും സ്റ്റോപ്പ് ചെയ്യണം, അതിന്റെ സ്ലോ ചെയ്യിക്കുന്നതിനെയാണ് നമ്മൾ സ്റ്റാസിസ് എന്ന് പറയുന്നത് കേട്ടോ. സ്റ്റാസിസ് ഇപ്പൊ ഏതെങ്കിലും ഒരു മെഡിക്കൽ ടേമിന്റെ ഇടയിൽ സ്റ്റാസിസ് എന്ന് വന്നാൽ അവർ ഉദ്ദേശിക്കുന്ന ഇത്രയേ ഉള്ളൂ, സ്ലോയിങ് ഓർ സ്റ്റോപ്പിംഗ് ഓഫ് ദ നോർമൽ ഫ്ലോ ഓഫ് എ ഫ്ലൂയിഡ് സച്ച് ആസ് ബ്ലഡ്. ഓക്കെ, അതായത് ബ്ലഡിന്റെ അല്ലെങ്കിൽ പറയുന്ന ഫ്ലൂയിഡിന്റെ ആ ഒരു സ്റ്റോപ്പ് ചെയ്യാൻ നമ്മൾ സ്ലോ ചെയ്യുന്നതിനെയാണ് പറയുന്നത് കേട്ടോ. അടുത്തതാണ് സ്റ്റാച്ചർ എന്ന് പറഞ്ഞാൽ ഹൈറ്റ് ആണ് കേട്ടോ. എന്താണ്? ഹൈറ്റ് ആണ് കേട്ടോ. സ്റ്റാച്ചർ എന്ന് പറഞ്ഞാല് ഹൈറ്റ് ആണ് അവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. അടുത്തതാണ് സ്റ്റേൺ എന്ന് പറഞ്ഞ സ്റ്റേണമാണ്. മാറില്ലുണ്ടല്ലോ, മാറില്, ബ്രസ്റ്റ് ബോൺ കേട്ടോ. സ്റ്റേൺ അതെങ്ങനെ വെറുതെ ഞാൻ ചിന്തിച്ചാൽ നിങ്ങൾ പറയുന്നത് സ്റ്റേൺ ആയിട്ട് നിൽക്കാനൊക്കെ പറയില്ല. വെച്ചാൽ നമ്മള് നല്ല മാറിലൊക്കെ നമ്മൾ നിവർത്തി നല്ല എടുക്കാനായിട്ട് നിൽക്കില്ല, സ്റ്റേൺ ആയിട്ട് നിൽക്കാന്ന് പറഞ്ഞാൽ അങ്ങനെയൊക്കെ ഒന്ന് ആലോചിച്ചാൽ മതി. അപ്പൊ സ്റ്റേൺ എന്ന് പറയുമ്പോൾ സ്റ്റേണം ഓർക്കാം കേട്ടോ. സ്റ്റേണം മാറില്ല കേട്ടോ, മാറില്ല, ബ്രസ്റ്റ് ബോൺ. സ്റ്റോമ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എനി ടൈനി ഓപ്പണിംഗ് ഓൺ ദ സർഫസ് ഓഫ് ദ ബോഡി ലൈക്ക് പോർ. ഇത് ചോദിച്ചിട്ടുള്ളതാണ് കേട്ടോ, മാർക്ക് ചെയ്തിട്ടുണ്ട്, ചോദിച്ചിട്ടുള്ളതാണ്.
എനി ടൈനി ഓപ്പണിംഗ് ഓൺ ദ സർഫസ് ഓഫ് ദ ബോഡി ലൈക്ക് പോർ അല്ലെ, നമ്മുടെ ഈ പറയുന്ന ബോഡി സർഫസിലുള്ള ചെറിയ ഓപ്പണിംഗ്, ചെറിയൊരു എന്താ പറയാ സുഷിരം എന്നൊക്കെ നമുക്ക് പറയാം. ആൾസോ ദ ഓപ്പണിംഗ് ക്രിയേറ്റഡ് ഇൻ ദ അബ്ഡോമിനൽ വാൾ ഫോർ ദ പാസേജ് ഓഫ് യൂറിൻ ഓർ ഫീസസ്. അതല്ലെങ്കിൽ നമ്മൾ ഈ പറയുന്ന നമ്മുടെ അബ്ഡോമിന്റെ ഭാഗത്ത് ചെറിയൊരു ഓപ്പണിംഗ് നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. എന്തെങ്കിലും ഇപ്പൊ എന്താ യൂറിനോ മറ്റെന്തെങ്കിലും ഫീസസ് അതൊക്കെ സ്റ്റൂൾ അങ്ങനെയുള്ളതൊക്കെ പാസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ചെറിയൊരു ഓപ്പണിംഗ് ഉണ്ടാക്കില്ല. ഏറ്റവും നല്ല എക്സാമ്പിൾ ഓപ്പണിംഗ് സ്റ്റൊമാറ്റ എന്ന് ആലോചിച്ചാൽ മതി കേട്ടോ. സ്റ്റൊമാറ്റ അല്ലെ, അതല്ലേ അതായത് നമ്മൾ ആസ്യരന്ധ്രം എന്നൊക്കെ പറയും, കേട്ടിട്ടില്ലേ നിങ്ങള്? നമ്മുടെ ഈ ഒരു ഇലകൾക്കുള്ളിലെ സ്റ്റൊമാറ്റ എന്നല്ലേ എന്നെ പറയാം. അതിലൂടെയാണ് എന്ത് വരുന്നത്, ഈ പറയുന്ന സൂര്യപ്രകാശക്കുള്ളിലേക്ക് കടക്കുന്നത്. സ്റ്റൊമാറ്റ എന്നല്ലേ എന്നെ പറയാം, ആസ്യരന്ധ്രം ഒരു സ്പോറാണത്, ഒരു സുഷിരമാണ് എന്നതുപോലെ. ഇനി അത് തന്നെ സർഫസ്, അപ്പൊ അതുമായിട്ടൊന്ന് കണക്ട് ചെയ്താൽ മതി കേട്ടോ. ഇനി ടൈനി ഓപ്പണിംഗ് ഓൺ ദ സർഫസ് ഓഫ് ദ ബോഡി. അടുത്തതാണ് ടാക്ട്. ടാക്ട് എന്ന് പറഞ്ഞാല് ടച്ച് ആണ് കേട്ടോ. ടാക്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ടച്ച് ആണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ടച്ച്, അതായത് ടാക്ടൈൽ മീൻസ് സംതിങ് ദാറ്റ് ക്യാൻ ബി ഫിസിക്കലി ടച്ച് കേട്ടോ. സംതിങ് ദാറ്റ് ക്യാൻ ബി ഫിസിക്കലി നമുക്ക് ടച്ച് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് കേട്ടോ ടാക്ട് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അതിനകത്ത് മാർക്ക് ചെയ്തത് 53, 54, 57, 61, 67, 68. ഓക്കെ, അടുത്ത പേജിലോട്ട് പോവാം കേട്ടോ. നമുക്ക് ഇന്ന് ഈ ഒരു ഇതും കൂടെ റൂട്ട് വേർഡും കൂടെ കംപ്ലീറ്റ് ചെയ്തിട്ട് നാളെ നമുക്ക് അബ്രിവിയേഷൻസ് തുടങ്ങാം. ഇതിനുള്ളത് മൊത്തം അബ്രിവിയേഷൻസ് ആണ് കേട്ടോ. അപ്പൊ നോക്കാം, റൂട്ട് വേർഡിനകത്ത് അടുത്ത പേജിൽ 69 തൊട്ട് 79 വരെയാണ് കേട്ടോ, 10 ഉണ്ട്. അതിനകത്ത് മാർക്ക് ചെയ്യേണ്ട നമ്പേഴ്സ് ഇതൊക്കെയാണ്. 71 മാർക്ക് ചെയ്തോട്ടോ. 71, 75 25, 76 കേട്ടോ. 76 76 എന്നോട് പറയാണ്. 71, 75, 76 അതെ കറക്റ്റ് ആണ് കേട്ടോ. വായിക്കാം നമുക്ക്. ടെട്ര, ടെട്ര എന്താണ്? 4 അല്ലെ, അറിയാലോ. ക്വാർട്ടർ എന്നൊക്കെ പറഞ്ഞാലും 4 ആണ്, ടെട്ര എന്ന് പറഞ്ഞാലും 4 ആണ്. ഓക്കെ, ടോം, ടോം എന്ന് വെച്ചാൽ കട്ടാണ് കേട്ടോ. കട്ട്, കട്ട് കേട്ടോ, ടോം. ഓക്കെ, കട്ട് എന്നുള്ള അർത്ഥമാണ് കേട്ടോ. സെക്ട് നമ്മൾ നേരത്തെ പറയാതും കട്ടാണ്. ടോം എന്ന് പറഞ്ഞാലും കട്ടാണ് കേട്ടോ, കട്ട്. അടുത്തതാണ് ടോക്സിക്. ടോക്സിക് നമുക്കറിയാലോ, പോയിസണസ് കേട്ടോ, പോയിസണസ്. പിന്നെ ട്രിച്ച് എന്ന് പറഞ്ഞാൽ ഹെയർ ആണ് കേട്ടോ, ഹെയർ. ഓക്കെ, ട്രിച്ച് മീൻസ് ഹെയർ ആണ്, ഹെയർ. യു ആർ, യൂറിൻ. ഓക്കെ, യൂറിൻ ഇടയിൽ റൂട്ട് വേർഡ് ആയിട്ട് യു ആർ എന്ന് വന്ന യൂറിൻ ആണ് കേട്ടോ, യൂറിൻ ആണ്. വാരിക്, വാരിക് എന്ന് പറഞ്ഞാൽ വാരിക്കോസ് വെയിൻ, വെരിക്കോസ് വെയിൻ ആണ് കേട്ടോ, വെരിക്കോസ് വെയിൻ ആണ് വാരിക്, വെരിക്കോസ് വെയിൻ. അടുത്തതാണ് വെർട്ടിഗോ. വെർട്ടിഗോ എന്ന് പറഞ്ഞാല് എ ഡിസോർഡേർഡ് സെൻസേഷൻ ഇൻ വിച്ച് വൺസ് ഓൺ ബോഡി ഓർ ദ സറൗണ്ടിങ്സ് ആർ സീൻ ആസ് സ്മൂത്ത്. നമുക്ക് ഈ പറയുന്ന തല കറങ്ങുന്ന പോലെ തോന്നുന്ന അവസ്ഥയാണ് കേട്ടോ. നമ്മുടെ മൊത്തം ഈ ചുറ്റും ഇങ്ങനെ എന്താണ് കറങ്ങുന്ന ഒരു അവസ്ഥ. ഒരു എക്സാമ്പിൾ പറയാൻ, നമ്മൾ ഇയർ ബാലൻസിന്റെ പ്രോബ്ലം വരില്ലേ? ഇയർ ബാലൻസിന്റെ പ്രോബ്ലം കുറെ പേർക്കൊക്കെ ഉണ്ടായിരിക്കും. അത് വന്നു കഴിഞ്ഞാല് നമുക്ക് ഇങ്ങനെ ചുറ്റും ഇങ്ങനെ തല മൊത്തം ഇങ്ങനെ കറങ്ങണ ഒരു ഫീലിംഗ് ആണ്. അവർക്ക് കൊടുക്കുന്ന മരുന്നുകൾ ശ്രദ്ധിച്ച ആ മരുന്നുകളുടെ പേരിൽ ഈ സാധനം ഉണ്ടാവും. വെർട്ടിഗോ എന്ന് കാണാം, വെർട്ടിഗോ, വെർട്ടിൻ എന്നൊക്കെ പറഞ്ഞ് കാണാം കേട്ടോ. ഇയർ ബാലൻസിനൊക്കെ കഴിക്കുന്ന മരുന്നുകളാണ്. അപ്പൊ അങ്ങനെ ഞാൻ കണക്ട് ചെയ്യാൻ വേണ്ടി പറഞ്ഞതാണ്. ഇയർ ബാലൻസ് ഉള്ളവരൊക്കെ ആരെങ്കിലും വീട്ടിലുണ്ടെങ്കിൽ അവർ കഴിക്കുന്ന മരുന്നൊന്ന് നോക്കിയാൽ മതി. അതിന്റെ പേരൊന്നിനും വെർട്ടിഗോ, വെർട്ടിൻ 16 എന്നൊക്കെ പറഞ്ഞ ഒരു ഡോസ് ഒക്കെ ഉണ്ട്. അപ്പൊ വെർട്ടിഗോ എന്ന് പറഞ്ഞ ഇത്രയേ ഉള്ളൂ. എ ഡിസോർഡേർഡ് സെൻസേഷൻ വിച്ച് ഓൺ ബോഡി ഓർ ദ സറൗണ്ടിങ്സ് ആർ സീൻ ആസ് സ്മൂത്ത്. മൊത്തം നമുക്ക് ചുറ്റും കറങ്ങുന്ന പോലെ ഒരു ഫീലിംഗ് ആണ് നമുക്ക് അതിലൂടെ ഉണ്ടാകുന്നത് കേട്ടോ. അടുത്തതാണ് വിസർ. ഓക്കെ, വിസർ എന്ന് പറഞ്ഞാൽ ഇന്റേണൽ വിസറൽ ഓർഗൻസ് എന്നൊക്കെ എന്നുള്ളത്. വിസറൽ മീൻസ് ഇന്റേണൽ ഓർഗൻസ് ആണ്, ആന്തരിക അവയവങ്ങളാണ് കേട്ടോ, വിസറൽ. ഓക്കെ, അടുത്തത് വിസ്കസ്. വിസ്കസ് മീൻസ് സ്റ്റിക്കി, സ്റ്റിക്കി കേട്ടോ. പക്ഷേ വിസ്കസ് എന്നൊക്കെ പറയില്ലേ, വിസ്കോസിറ്റി ഒക്കെ നമ്മൾ കുഞ്ഞു ക്ലാസ്സിൽ പഠിക്കുന്നുണ്ട്. വിസ്കസ് മീൻസ് സ്റ്റിക്കി ആയിട്ടുള്ളത് കേട്ടോ. ഓക്കെ, സെൻ എന്ന് പറഞ്ഞാൽ ഫോറിൻ ആണ് കേട്ടോ. സെൻ, സെൻ ഫോറിൻ ആണ് കേട്ടോ, ഫോറിൻ, ഫോറിൻ മെറ്റീരിയൽ ആകും. സെഡ് ഡ്രൈ ആണ് കേട്ടോ. സെർ എന്ന് പറഞ്ഞാല് ഡ്രൈ എന്നുള്ള അർത്ഥമാണ്. അതെ, വിസറൽ ഫാറ്റ്, ആ ഉള്ളിലുള്ള ഫാറ്റ് ആണ്. ഇന്റേണൽ, ഇന്റേണൽ എന്നുള്ള അർത്ഥമാണ് കേട്ടോ. സെൻ എന്ന് പറഞ്ഞാൽ ഫോറിൻ ആണ്, സെർ എന്ന് പറഞ്ഞാല് ഡ്രൈ ആണ് കേട്ടോ. ഓക്കെ, അപ്പൊ ഇതിൽ നമ്മൾ മാർക്ക് ചെയ്തത് 71, 75, then 76 ആണ്. അപ്പൊ ഇതോടുകൂടി നമ്മുടെ റൂട്ട് വേർഡ്സും അവിടെ കംപ്ലീറ്റ് ആവാണ് കേട്ടോ. അപ്പൊ ഒന്ന് ഞാൻ ജസ്റ്റ് ഒന്നും കൂടെ റൂട്ട് വേർഡ്സ് മാർക്ക് ചെയ്ത നമ്പേഴ്സ് പറയാണ്. ഏതെങ്കിലും വിട്ട് പോയിട്ടുണ്ടെങ്കിൽ നോക്കുക കേട്ടോ. കോമൺ റൂട്ട് വേർഡ്സിന് ഒന്ന് തൊട്ട് മാർക്ക് ചെയ്ത് ഞാൻ പറയാണ്. 5, 7,
8, 9, 10, 11, 15, 17, 19, 23, 27. പിന്നെ വരുന്ന 32, 34, 44, 46, 47, 52, then 53, 54, 57, 61, 67, 68, 71, 75, 76. ഓക്കെ, മാർക്ക് ചെയ്തോ? ഈ മാർക്ക് ചെയ്യുന്നത് നിർബന്ധമായിട്ട് നിങ്ങൾ പഠിക്കണം കേട്ടോ. അതിൽ നിന്ന് എന്തായാലും ക്വസ്റ്റ്യൻസ് വരും. ആർക്കെങ്കിലും മിസ്സായി പോയിട്ടുണ്ടെങ്കിൽ അതെല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. നമുക്ക് അടുത്ത ക്ലാസ്സിൽ, അതായത് നാളെ ഉണ്ടല്ലോ ക്ലാസ്, അപ്പൊ നാളത്തെ ക്ലാസ്സിൽ നമുക്ക് അബ്രിവിയേഷൻസ് എടുക്കാം കേട്ടോ. അബ്രിവിയേഷൻസ് പറയുന്ന പോലെ ഷെയറിംഗ് ഉണ്ടാവും കേട്ടോ. ഞാനും ആൻഡംസും കൂടെ ഷെയർ ചെയ്ത് തീർക്കാം കേട്ടോ. ഓക്കെ, അപ്പൊ നാളെ കാണാം. ശരി, ഓക്കെ എന്നാ, താങ്ക് യു.